പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് അക്കാഡമിക്സിലേക്ക് സ്വാഗതം. ഞാൻ നിഖിൽ. നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് SSC CGL 2024 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. ജോഗ്രഫിയുടെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലാസ് കൂടിയാണ് ഇത്. സീരീസ് ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. രണ്ടാമത്തെ സീരീസ് ആണ് ആ ഒരു എക്സാമുമായി ബന്ധപ്പെട്ടുള്ള ജോഗ്രഫിയുടെ ചോദ്യങ്ങൾ വിശകലനം ചെയ്യുന്ന രണ്ടാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെയാണ് നമുക്ക് ഓരോ ടോപ്പിക് പഠിച്ചു പോകുന്നതിന് കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. കാരണം നമ്മൾ ഏതെങ്കിലും മേഖല പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു മേഖലയുടെ പ്രാധാന്യം ചിലപ്പോൾ നമ്മൾ വിട്ടുപോകും. ചില പോയിന്റുകൾക്ക് നമ്മൾ ഇമ്പോർട്ടന്റ് കൊടുക്കാതെ പോകും. പക്ഷെ അതായിരിക്കും ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അതിന് പ്രാധാന്യമുണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിന് കുറച്ചും കൂടി സ്ട്രെസ് ചെയ്ത് ഒന്നും കൂടി പഠിച്ച് എടുക്കാനുള്ള സമയവും സൗകര്യവും ഒക്കെ അവിടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്ക്ഔട്ട് ചെയ്യണം എന്നുള്ളത് പറയുന്നത്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് തന്നെ കടക്കാം. ആദ്യത്തെ ചോദ്യം ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്, ഇന്ത്യൻ ഫിസിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. പൂർവാചൽ ഹിമാലയാസ് ഡസ് നോട്ട് കംപ്രൈസ് ഓഫ്. പൂർവാചൽ ഹിമാലയത്തിൽ ഉൾപ്പെടാത്ത മലനിര ഏതെന്നാണ് ചോദ്യം. 4 ഓപ്ഷൻസ് നമുക്ക് സ്വാഭാവികമായിട്ട് തരുന്നത് പോലെ തന്നിട്ടുണ്ട്. ഓപ്ഷൻ 1 പിർപ്പാഞ്ചൽ റേഞ്ച്, 2 മിസോ ഹിൽ, 3 മണിപ്പൂർ ഹിൽ, 4 നാഗ ഹിൽ. എന്താണ് പൂർവാചൽ ഹിമാലയ? നമ്മുടെ നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചസ് എന്ന് പറയുന്നത് എന്താകുന്നു? ഒരു ഫോൾഡ് മൗണ്ടെയിൻ ആണ് എന്നൊരു കാര്യം കൂടി ഓർത്തു വെക്കുക. നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ച്, ഇന്ത്യയുടെ നോർത്തേൺ ഭാഗത്ത് കാണപ്പെടുന്ന മലനിരകൾ എന്ന് പറയുന്നത് ഇന്ത്യൻ പ്ലേറ്റും അതുപോലെ തന്നെ യുറേഷ്യൻ പ്ലേറ്റും തമ്മിലുള്ള ഫോൾഡിങ്ങിന്റെ ഫലമായിട്ട്, കൂട്ടിമുട്ടലിന്റെ ഫലമായിട്ട്, കൺവർജൻസിന്റെ ഫലമായിട്ട് രൂപാന്തരപ്പെട്ട ലോകത്തിലെ തന്നെ എങ്ങനെയുള്ളതാണ്, യങ് ആയിട്ടുള്ള യുവത്വ ഘട്ടത്തിലുള്ള ഫോൾഡ് മൗണ്ടെയിൻ ആണ് നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചസ്. ഈ പറയുന്ന ഹിമാലയം എന്ന് പറയുന്നത് യങ് ഫോൾഡ് മൗണ്ടെയിൻ റേഞ്ചസ് ആണ്. ഒരു പർവ്വത നിരയല്ല നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്, അല്ലെ? അവിടെ വിവിധ പർവ്വത നിരകൾ അവിടെ രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. അതിൽ നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചസിന് ഏറ്റവും നോർത്തേൺ മോസ്റ്റ് റേഞ്ച് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നത് ഏതാകുന്നു? ട്രാൻസ് ഹിമാലയത്തെയാണ് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നത്. ട്രാൻസ് ഹിമാലയത്തിന്റെ തൊട്ട് താഴെയായിട്ടാണ്, തൊട്ട് സൗത്ത് ആയിട്ടാണ് നമുക്ക് ആരെ കാണാൻ കഴിയുന്നത്? ഹിമാലയൻ മൗണ്ടെയിൻ റേഞ്ചസ് നമുക്ക് കാണാൻ കഴിയുന്നത്. ട്രാൻസ് ഹിമാലയത്തെക്കാളും താരതമ്യേന ഉയരം കുറഞ്ഞ പർവ്വത നിരയാണ് ഇത്. ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ ഭാഗത്ത് കാണപ്പെടുന്ന പൂർവാചൽ ഹിമാലയ എന്ന് പറയുന്നത്. ഇപ്പൊ പൂർവാചൽ ഹിമാലയ ആരാണെന്ന് പിടികിട്ടിയല്ലോ. നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചസിനെ ഓൾട്ടിറ്റ്യൂഡിന്റെ അടിസ്ഥാനത്തിൽ, ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 3 പർവ്വത നിരകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ട്രാൻസ് ഹിമാലയ, ഹിമാലയ ആൻഡ് പൂർവാചൽ ഹിൽസ്, അല്ലെങ്കിൽ പൂർവാചൽ ഹിമാലയ. ഈ ഹിമാലയത്തെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? വീണ്ടും നമ്മൾ 3 ആയിട്ട് തിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ഹിമാലയത്തിന്റെ നോർത്തേൺ മോസ്റ്റ് റേഞ്ച് ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് ഹിമാദ്രിയാണ്. ഓക്കെ ആണല്ലോ. ഹിമാദ്രിയുടെ തൊട്ട് സൗത്ത് ആയിട്ടാണ് നമുക്ക് ഏത് കാണാൻ കഴിയുന്നത്? ഹിമാചൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ ആണല്ലോ. ഹിമാചലിന്റെ സൗത്ത് ആയിട്ടാണ് നമുക്ക് ശിവാലിക് എന്ന് പറയുന്ന മൗണ്ടെയിൻ റേഞ്ചസ് കാണാൻ കഴിയുന്നത്. ഇതിൽ ഹിമാദ്രിക്കാണ് ഏറ്റവും ഉയരം കൂടുതൽ. ഓക്കെ ആണല്ലോ. നമ്മുടെ ഓഷ്യൻ ലെവലിൽ നിന്നും, സമുദ്രനിരപ്പിൽ നിന്നും 6000 മീറ്റർ ഉയരത്തിലാണ് നമുക്ക് ആരെ കാണാൻ കഴിയുന്നത്? ഹിമാദ്രിയെ കാണാൻ കഴിയുന്നത്. പുതിയ ഒരു ആൻസർ പ്രകാരം 6100 മീറ്റർ ഉയരമാണ് ഹിമാദ്രിക്കുള്ളത്. ഹിമാദ്രിയുടെ ഉയരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ഹിമാദ്രിയുടെ ഉയരം ഇൻക്രീസ് ചെയ്യപ്പെടുന്നുണ്ട്. കാരണം എന്താണ്? നമ്മൾ ഈ പഠിക്കുന്ന സമയത്തും നമ്മൾ ഉറങ്ങുന്ന സമയത്തും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തും ഒക്കെ തന്നെ ഇന്ത്യൻ പ്ലേറ്റും യുറേഷ്യൻ പ്ലേറ്റും തമ്മിലുള്ള കൺവർജൻസി, ഫോൾഡ്, കൂട്ടിമുട്ടൽ നടന്നുകൊണ്ടേയിരിക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഹിമാദ്രി 6000 നിന്നും 6100 മീറ്ററിലേക്ക് എത്തപ്പെട്ടത്. അതൊരു ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് മറന്നു പോകരുത്. അവിടെ എന്താണ്? സ്നോഫോൾ കാരണമാണോ ഹിമാദ്രിയുടെ ഉയരം വർദ്ധിച്ചത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ല, സ്നോഫോൾ അല്ല. ഇന്ത്യൻ പ്ലേറ്റും യുറേഷ്യൻ പ്ലേറ്റും തമ്മിലുള്ള ഫോൾഡിങ്, കൺവേർജൻസ്, അതിന്റെ ഫലമായിട്ടാണ് ഈ പറയുന്ന ഹിമാദ്രിയുടെ ഉയരം വർദ്ധിച്ചത്. ലോകത്തിലെ ഉയരം കൂടിയ ഏതാണ്? മൗണ്ട് എവറസ്റ്റ്, അല്ലെ? മൗണ്ട് എവറസ്റ്റ്, അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന പീക്കൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന, ലോകത്തിലെ ഉയരം കൂടിയ പീക്കുകളെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് ഹിമാദ്രിയിലാണ്. ആരൊഴികെ? മൗണ്ട് K2 ട്രാൻസ് ഹിമാലയത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മൗണ്ട് K2 കാരക്കോറം മൗണ്ടെയിൻ റേഞ്ചസിന്റെ, മൗണ്ട് K2 എവിടെ വരുന്നത്? കാരക്കോറം മൗണ്ടെയിൻ റേഞ്ചസ്. കാരക്കോറം മൗണ്ടെയിൻ റേഞ്ചസ് ഏതിന്റെ ഭാഗമാണ്? ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അപ്പൊ ട്രാൻസ് ഹിമാലയത്തെ നമുക്ക് വീണ്ടും 3 ആയിട്ട് തിരിക്കാം. ഒന്ന് കാരക്കോറം റേഞ്ചസ്,
റേഞ്ചസ്, കാരക്കോറത്തിന്റെ താഴെയായിട്ടാണ് സൗത്ത് ആയിട്ട് ലഡാക്ക് മൗണ്ടെയിൻ റേഞ്ചസ്, ലഡാക്കിന്റെ സൗത്ത് ആയിട്ടാണ് സസ്കർ മൗണ്ടെയിൻ റേഞ്ചസ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരക്കോറം, ലഡാക്കും സസ്കറും ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമാണ്. ഓക്കെ ആണല്ലോ. ഈ കാരക്കോറത്തിന്റെ ഭാഗമായിട്ട് വരുന്ന മൗണ്ട് K2 ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഇനി നമുക്ക് പരിശോധിക്കേണ്ടത് പൂർവാചൽ ഹിമാലയ ഡസ് നോട്ട് കംപ്രൈസ് ഓഫ് പിർപ്പാഞ്ചൽ റേഞ്ച് ആണ് ആൻസർ. നോക്കൂ, ശരിക്കും പറഞ്ഞാൽ ഒരു വെസ്റ്റേൺ ഭാഗത്ത്, നോർത്ത് വെസ്റ്റേൺ ഭാഗത്തായിട്ടാണ് ഈ പറയുന്ന പിർപ്പാഞ്ചൽ റേഞ്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. ചില ടെക്സ്റ്റ് നോക്കുമ്പോൾ വെസ്റ്റേൺ ഹിമാലയത്തിന്റെ ഭാഗമായിട്ടൊക്കെ പറയുന്നുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഹിമാദ്രി നമ്മൾ കണ്ടല്ലോ, ഹിമാദ്രിയുടെ സൗത്ത് ആയിട്ടാണ് ഏത് കാണുന്നത്? ഹിമാചൽ കാണുന്നത്. ഹിമാചൽ അല്ലെങ്കിൽ ഹിമാലയത്തെ അതർവൈസ് നോൺ ആസ്, ഹിമാചൽ ഹിമാലയത്തിനെ നമ്മൾ മറ്റൊരു പേരിട്ട് കൂടി വിളിക്കുന്നുണ്ട്, ലെസർ ഹിമാലയ എന്ന് കൂടി വിളിക്കപ്പെടുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ പിർപ്പാഞ്ചൽ റേഞ്ച് എന്ന് പറഞ്ഞ ഹിമാചൽ ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റ് ആയിട്ട് കാശ്മീർ വാലീസിന്റെ ഒക്കെ മുകളിലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ് പിർപ്പാഞ്ചൽ റേഞ്ച്. പൂർവാചൽ ഹിമാലയം എവിടെയാണെന്ന് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് അറിയാം. പൂർവാചൽ ഹിമാലയം എന്ന് പറയുന്നത് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, വടക്ക് കിഴക്കായിട്ടാണ് കാണാൻ കഴിയുന്നത്, അല്ലെ? അപ്പൊ എന്തായിരുന്നാലും പൂർവാചൽ ഹിമാലയത്തിന്റെ ഭാഗമല്ല പിർപ്പാഞ്ചൽ റേഞ്ച്. പിന്നെ തന്നിട്ടുള്ള മിസോറാം, മണിപ്പൂർ ഹില്ല്, അല്ലെ? അതുപോലെ തന്നെ ഏതാ നാഗ ഹില്ല്, ഇതൊക്കെ തന്നെ പൂർവാചൽ ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് പറയാം. അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, മേഘാലയ, ആസാം, ഈ 7 സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന ഈ 7 സംസ്ഥാനങ്ങളിലൂടെ വ്യാപിച്ചു കിടക്കുന്നതാണ് പൂർവാചൽ ഹിമാലയ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, തുടക്കത്തിലേ പറഞ്ഞു, ട്രാൻസ് ഹിമാലയത്തെക്കാളും താരതമ്യേന ഉയരം കുറഞ്ഞ പർവ്വത നിരയാണ് ഇത് പൂർവാചൽ ഹിമാലയാസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈസ്റ്റേൺ ഹിൽസ് എന്ന് പറയുന്നത്. അതാണ് ഹില്ല്, ചെറിയ ചെറിയ കുന്നുകളായിട്ടാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പത്കായി ബൂം പൂർവാചൽ ഹിമാലയത്തിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. പ്രധാനമായിട്ട് ഈ പത്കായി ബൂം ഈ പറയപ്പെട്ട എല്ലാ സംസ്ഥാനങ്ങളിലുമായിട്ട്, അരുണാചൽ പ്രദേശിലും നാഗാലാൻഡിലും മണിപ്പൂരിലും ആസാമിലും മിസോറാമിലും ഒക്കെ ആയിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് പത്കായി ബൂം കാണാൻ കഴിയുന്നത്. നാഗാ ഹില്ല് നാഗാലാൻഡിലാണ്, ബ്രെയിൽ റേഞ്ച് ആസാമിലാണ്, ആസാമിലെ ഹയസ്റ്റ് പീക്കാണ് ബ്രെയിൽ റേഞ്ച്. മണിപ്പൂർ ഹില്ല് മണിപ്പൂരിലാണ്, മിസോ ഹില്ല് മിസോറാമിലാണ്, മിഗിർ ഹില്ലും ആസാമിലാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ മേഘാലയ പ്ലേറ്റു അല്ലെങ്കിൽ മേഘാലയയിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഗാരോ, ഗാസി, ജയന്തിയ ഹിൽസ് എന്ന് പറയുന്നത്. മേഘാലയ ഹിൽസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഗാരോ, ഗാസി, ജയന്തിയ ഹിൽസ് എന്ന് പറയുന്നതും. ഇതും നമുക്ക് ഈസ്റ്റേൺ ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇവിടെ പൂർവാചൽ ഹിൽസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, പൂർവാചൽ ഹിൽസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പരീക്ഷയ്ക്ക് ഇവിടെ കൂടുതലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, ഒന്ന് അവിടുത്തെ ഗോത്ര വിഭാഗക്കാരുടെ പേരിലാണ് പൂർവാചൽ ഹിമാലയത്തിന്റെ പല ഹിൽസും അറിയപ്പെടുന്നത്. ഉദാഹരണം നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം, നാഗാ ഹില്ല്, നാഗാസ് എന്ന് പറയുന്ന ട്രൈബ്സ് അധിവസിക്കുന്നുണ്ട്, ആ പേരിലാണ് അവിടെ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അരുണാചൽ പ്രദേശിലെ 2 പ്രധാനപ്പെട്ട പൂർവാചൽ ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് വരുന്ന 2 ഹിൽസ് ആണ്. ഒന്ന് മിസ്മി ഹില്ലും അതുപോലെ തന്നെ ഡഫ്ല എന്ന് പറയുന്ന ഹിൽസും. മിസ്മി എന്ന് പറയുന്ന ട്രൈബ്സ് ഇന്ത്യയിൽ എവിടെയാണ് അധിവസിക്കുന്നത്? ഡഫ്ല എന്ന് പറയുന്ന ട്രൈബ്സ് ഇന്ത്യയിൽ എവിടെയാണ് അധിവസിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് പൂട്ടി ഉത്തരം എഴുതാൻ കഴിയണം. അത് അരുണാചൽ പ്രദേശിലാണ്. മിസ്മി ഡഫ്ല ട്രൈബ്സ് ഗോത്ര വിഭാഗവും മിസ്മി ഹില്ലും ഡഫ്ല ഹില്ലും നമുക്ക് കാണാൻ കഴിയുന്നതും എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ് എന്നൊരു കാര്യം കൂടി ഓർക്കണം. ഈ പൂർവാചൽ ഹിമാലയം പഠിക്കുന്ന സമയത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പൂർവാചൽ ഹിമാലയത്തിന്റെ ഭാഗമായിട്ട്, അതായത് അരുണാചൽ പ്രദേശിന്റെ ഭാഗമായിട്ട്, പൂർവാചൽ ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് എന്ന് പറയുന്ന തെറ്റാണ്. അരുണാചൽ പ്രദേശിന്റെ ഭാഗമായിട്ട് ഈ ഒരു ഭാഗത്ത് കണ്ടോ, ഇങ്ങനെയാണ് ബ്രഹ്മപുത്ര ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. ആ ഒരു ഭാഗത്ത് ബ്രഹ്മപുത്ര ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു മൗണ്ടെയിൻ റേഞ്ച് ആണ് നംജ പർവ്വത് എന്ന് പറയുന്നത്. നംജ പർവ്വത് ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്? അരുണാചൽ പ്രദേശിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ ആണല്ലോ. ഈ നംജ പർവ്വത് നമുക്ക് പൂർവാചൽ ഹിൽസിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തി പറയാൻ കഴിയില്ല. പക്ഷേ നംജ പർവ്വത് ഇന്ത്യയുടെ ഈസ്റ്റേൺ ഭാഗത്താണ് കാണാൻ കഴിയുന്നത്. ശരിയാണ്, ഇന്ത്യയുടെ ഈസ്റ്റേൺ മോസ്റ്റ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന
അരുണാചൽ പ്രദേശിലാണ് നമുക്ക് നംജുവിനെ കാണാൻ കഴിയുന്നത്, അല്ലെ? നംജ പർവ്വതത്തെ നമുക്ക് കാണാൻ കഴിയുന്നത് അരുണാചൽ പ്രദേശിൽ തന്നെയാണ്. പക്ഷേ ഈ നംജ പർവ്വതം എന്ന് പറയുന്നത് ഏതിന്റെ ഭാഗമാണ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഹിമാലയത്തെ നമ്മൾ എത്രയായിട്ട് തിരിച്ചു? പ്രധാനമായിട്ടും 3 മലനിരകളായിട്ടാണ് തിരിക്കപ്പെട്ടത്. അതിൽ ഏറ്റവും വലിയ ഒരു മലനിരയാണ്, ഏറ്റവും ഉയരം കൂടിയ ഒരു മലനിരയാണ് ഏതെന്ന് പറയുന്നത് ഹിമാലയത്തിന്റെ നോർത്തേൺ മോസ്റ്റ് റേഞ്ച് എന്ന് ഞാൻ വിശേഷിപ്പിക്കപ്പെട്ട ഹിമാദ്രി. ഹിമാദ്രിയിലാണ് ലോകത്തിലെ ഉയരം കൂടിയ കൊടുമുടികളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഹിമാലയത്തെ നമ്മൾ എന്തുകൂടി വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്? ഗ്രേറ്റ് ഹിമാലയ എന്നും ഗ്രേറ്റർ ഹിമാലയ എന്നും കൂടി വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. നേരത്തെ ചിത്രം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, കാരക്കോറത്തിന്റെയും ലഡാക്കിന്റെയും സസ്കറിന്റെയും അതുപോലെ തന്നെ ഹിമാചലിന്റെയും ശിവാലിക്കിന്റെയും ഇടയിലായിട്ടാണ് നമുക്ക് ഹിമാദ്രി വരുന്നത്, അല്ലെ? ഉള്ളിലായിട്ടാണ് വരുന്നത്. ഇന്ത്യൻ പ്ലേറ്റും യുറേഷ്യൻ പ്ലേറ്റും തമ്മിൽ ഇങ്ങനെ കൂട്ടിമുട്ടിയപ്പോൾ ഇതിന്റെ നടുക്ക് ഭാഗമാണ് ഏറ്റവും കൂടുതൽ ഉയർന്നു പൊങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഹിമാദ്രിയിൽ ലോകത്തിലെ ഉയരം കൂടിയ ഹയസ്റ്റ് ആയിട്ടുള്ള പീക്കുകളൊക്കെ നമുക്ക് ഫോം ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത്. അതുകൊണ്ട് തന്നെ ഇത് നടുക്കായിട്ട് വരുന്നത് കൊണ്ട് ഹിമാദ്രി ഈസ് അതർവൈസ് നോൺ ആസ് ഇന്നർ ഹിമാലയ എന്നുകൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഹിമാലയത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഈ ഹിമാദ്രിയെ ശരിക്കും നമ്മൾ റോഡിൽ കൂടി പോകുന്ന സമയത്ത് അമ്പലങ്ങളുടെയും ചർച്ചിന്റെയും ഒക്കെ ആർച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ശരിയല്ലേ? 2 പില്ലർ ഇങ്ങനെ വാർത്ത് നിർത്തിയിട്ട് ആ പില്ലേഴ്സിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ ആർച്ച് ഇങ്ങനെ നമ്മൾ നിർമ്മിച്ച് നിർത്തിയിരിക്കുന്നത്. അതുപോലെ ഹിമാദ്രിയുടെ 2 പില്ലേഴ്സ് ആണ്. അതിൽ ഒന്നാണ് ഈ കണ്ട അരുണാചൽ പ്രദേശിലെ നംജ പർവ്വത് എന്ന് പറയുന്നത്. നംജ പർവ്വത് എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റ്? അരുണാചൽ പ്രദേശിലാണ്. സിൻഡാക്സിയൽ ബെൻഡ് ഓഫ് ഹിമാലയ എന്ന് ചോദിക്കാം. അതല്ലെങ്കിൽ സിൻഡാക്സിയൽ ബെൻഡ് ഓഫ് ഹിമാദ്രി എന്നും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സിൻഡാക്സിയൽ ബെൻഡ് ഓഫ് ഹിമാലയ അല്ലെങ്കിൽ സിൻഡാക്സിയൽ ബെൻഡ് ഓഫ് ഹിമാദ്രി എന്നും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സിൻഡാക്സിയൽ ബെൻഡ് ഓഫ് ഹിമാദ്രി, ഹിമാദ്രിയുടെ ഈസ്റ്റേൺ ഭാഗത്തെ സിൻഡാക്സിയൽ ബെൻഡ് ഏതെന്ന് ചോദിച്ചാൽ അരുണാചൽ പ്രദേശിലെ നംജ പർവ്വതമാണ്. അപ്പോൾ ഹിമാദ്രി എന്ന് പറയുന്നത് ഇന്ത്യയുടെ നോർത്തേൺ ഭാഗത്ത് മാത്രമായിട്ടല്ല സ്ഥിതി ചെയ്യുന്നത്. നോർത്തിൽ നിന്നും നോർത്ത് വെസ്റ്റിലേക്ക് പോകുന്നുണ്ട്, ജമ്മു കാശ്മീരും കഴിഞ്ഞ് പാകിസ്ഥാന്റെ ഭാഗത്തേക്ക് പോകുന്നുണ്ട്, നോർത്തിൽ നിന്നും ഈസ്റ്റിലേക്ക് വരുന്നുണ്ട്. ഇന്ത്യയുടെ ഈസ്റ്റേൺ മോസ്റ്റ് സ്റ്റേറ്റ് ആയ അരുണാചൽ പ്രദേശ് വരെ ഒരു കുട നിവർത്തി വച്ചതുപോലെ, ഒരു ആർച്ച് പോലെ, ഒരു കമാനം പോലെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഹിമാദ്രി എന്ന് പറയുന്നത്. ആ ഹിമാദ്രിയെ താങ്ങി നിർത്തിയിരിക്കുന്ന 2 പില്ലേഴ്സ് ആണ്, 2 മൗണ്ടെയിൻ റേഞ്ചസിൽ ഒന്നാണ് ഈസ്റ്റേൺ ഭാഗത്ത് നമ്മൾ കണ്ട നംജ പർവ്വതവും വെസ്റ്റേൺ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്ന നംഗ പർവ്വത്. നംഗ പർവ്വത് നമുക്ക് ഏത് സ്റ്റേറ്റിലായിട്ടാണ് നമുക്ക് പറയാൻ കഴിയുന്നത്? നംഗ പർവ്വത് നമുക്ക് ജമ്മു ആൻഡ് കാശ്മീരിന്റെ ഭാഗത്തായിട്ടാണ് നങ്കൂനെ കാണാൻ കഴിയുന്നത്. ഇത് നിങ്ങൾക്ക് തെറ്റിയും എന്നുള്ളത് ഉറപ്പാണ്, പക്ഷെ തെറ്റേണ്ട കാര്യമൊന്നുമില്ല. നംജയ്ക്ക് ചായയുണ്ട്, അരുണാചലിന് ചായയുണ്ട്. ചാച്ച കണക്ട് ചെയ്യുക, അരുണാചൽ പ്രദേശാണ്. സിൻഡാക്സിയൽ ബെൻഡ് ഓഫ് ഹിമാദ്രി, ഹിമാദ്രിയുടെ വെസ്റ്റേൺ ഭാഗത്തെ സിൻഡാക്സിയൽ ബെൻഡ് ഏതെന്ന് ചോദിച്ചാൽ അത് നംഗ പർവ്വതമാണ്, ശരിയല്ലേ? നോർത്ത് വെസ്റ്റേൺ ഭാഗത്തായിട്ടാണ് നംഗ പർവ്വതത്തെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഹിമാദ്രിയുടെ ഈസ്റ്റേൺ ഭാഗത്തെ സിൻഡാക്സിയൽ ബെൻഡ് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് നംജ പർവ്വതവുമാണ്, അരുണാചൽ പ്രദേശിലുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് പൂർവാചൽ ഹിൽസിലെ മറ്റു പ്രധാനപ്പെട്ട ട്രൈബ്സും മറ്റു പ്രധാനപ്പെട്ട ഹിൽസുമാണ് നോക്കേണ്ടത്. അത് നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്ന നാഗാലാൻഡ് ആണ്. നാഗാലാൻഡിലെ മൗണ്ട് ജെഫു ഈ പറയുന്ന പോലെ പൂർവാചൽ ഹിൽസിന്റെ ഭാഗമാണ്. ജെഫു, കബു, സനൂബോൺ, സെഫു ഈ പേരുകളിൽ അറിയപ്പെടുന്ന ട്രൈബ്സ് ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലാണ് നമുക്ക് കാണാൻ കഴിയുന്നു എന്നൊരു ചോദ്യം ചോദിച്ചാൽ അത് നാഗാലാൻഡിലാണ്. ഈ നാഗാലാൻഡിൽ കാണപ്പെടുന്ന ജെഫു, കബു, സനൂബോൺ, സെഫു ഇവരുടെ പേരിൽ തന്നെയാണ് ഈ ഹിൽസുകളും അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് മൗണ്ട് ജെഫു എവിടെയാണെന്ന് ചോദിച്ചാലും നാഗാലാൻഡിലാണ്. കബു എവിടെയാണെന്ന് ചോദിച്ചാൽ നാഗാലാൻഡിലാണ്. സനൂബോൺ നാഗാലാൻഡിലാണ്. സെഫു നാഗാലാൻഡിലാണ്. ഗ്ലോറി പീക്ക് നാഗാലാൻഡിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ ആണല്ലോ? ഒരു താളത്തിന്, ഒരു ഓളത്തിന് അതൊന്ന് പഠിച്ചു വെക്കുക. ജെഫു, കബു, സനൂബോൺ, സെഫു ആൻഡ് ഗ്ലോറി പീക്ക് നാഗാലാൻഡിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.
ആസാമിലാണ് ബ്രെയിൽ പീക്ക്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ആസാമിലെ ഹയസ്റ്റ് പീക്കായിട്ട് നമുക്ക് പറയാവുന്നതാണ് ബ്രെയിൽ പീക്ക് എന്ന് പറയുന്നത്. ആസാമിലെ ഹയസ്റ്റ് പീക്കാണ് ഇത് ബ്രെയിൽ പീക്ക്. ഇനി അരുണാചൽ പ്രദേശിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു അരുണാചൽ പ്രദേശിൽ നമ്മൾ ആരെ കണ്ടു? നംച പർവ്വതത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ നമുക്ക് നോക്കേണ്ടത് രണ്ട് പേരെ കൂടി ഞാൻ നിങ്ങൾക്ക് നേരത്തെ പരിചയപ്പെടുത്തി കഴിഞ്ഞു, മിസ്മിയും ഡഫ്ലയും. മിസ്മി എന്ന പേരിലും ഡഫ്ല എന്ന പേരിലുമുള്ള ട്രൈബ്സ് എവിടെയെന്ന് ചോദിച്ചാലും അരുണാചൽ പ്രദേശിലാണ്. ഒപ്പം തന്നെ അബോർ മിറി ഹില്ല്, ഞാൻ നേരത്തെ മിറി ആസാം എന്ന് പറഞ്ഞിട്ടുണ്ട്, സോറി ഓർക്കാതെ പറഞ്ഞു ഇതാണ് അരുണാചൽ പ്രദേശിലാണ് നമുക്ക് മിറിയെ കാണാൻ കഴിയുന്നത്. അബോർ മിറി ഹിൽസ് നമുക്ക് അരുണാചൽ പ്രദേശിലായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നംച പർവ്വതത്തിന്റെ ഹയസ്റ്റ് പീക്ക് ഇൻ ദ റീജൻ, ഏത് റീജൻ? ഈസ്റ്റേൺ ഭാഗത്ത്, ഇന്ത്യയുടെ കിഴക്കൻ ഭാഗത്തെ ഹയസ്റ്റ് പീക്ക് ഏതെന്ന് ചോദിച്ചാൽ അത് നംച പർവ്വതമാണ്. നംച പർവ്വതത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നംച പർവ്വതം ഹിമാദ്രിയുടെ ഭാഗമായിട്ട് ഈസ്റ്റേൺ ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന നംച പർവ്വതത്തെയാണ് കീറി മുറിച്ചുകൊണ്ട് ടിബറ്റിൽ വെച്ച് ഉത്ഭവിക്കുന്ന ബ്രഹ്മപുത്ര ഇങ്ങനെ യു ടേൺ എടുത്ത് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ബ്രഹ്മപുത്ര ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ഏത് പർവ്വത നിരയെ കീറി മുറിച്ചുകൊണ്ടാണ്? ഈ പറയുന്ന നമ്മുടെ നംച പർവ്വതത്തെ കീറി മുറിച്ചുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. 7756 മീറ്റർ ആണ് നംച പർവ്വതത്തിന്റെ ഹൈറ്റ് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് ഷില്ലോങ് പ്ലേറ്റു അല്ലെങ്കിൽ മേഘാലയ പ്ലേറ്റു നമ്മൾ നേരത്തെ ഈ ചിത്രത്തിൽ കണ്ടായിരുന്നു. ഈ ഷില്ലോങ് പ്ലേറ്റു അല്ലെങ്കിൽ മേഘാലയ പ്ലേറ്റൂസിന്റെ ഭാഗമായിട്ടാണ് ഏത് നമുക്ക് കാണാൻ കഴിയുന്നത്? ഗാരോ ഹിൽ, ഗാസി ഹിൽ, ജൈന്തിയ ഹിൽസ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ ആണല്ലോ. പക്ഷേ ഈ ഗാരോ ഹില്ലും ഗാസി ഹില്ലും ജൈന്തിയ ഹില്ലും എന്ന് പറയുന്നത് ഇഗ്നേഷ് റോക്കുകളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഭൂപ്രദേശമാണ്. അതായത് അഗ്നിപർവ്വത സ്ഫോടന ഫലമായിട്ട് ഭൂമിയുടെ പുറത്തേക്ക് വന്ന ലാവ ഓർ മാഗ്മ കൂളിങ്ങിന് വിധേയമായി രൂപാന്തരപ്പെട്ടിരിക്കുന്ന ഒരു ലാൻഡ് മാസാണ്, ഒരു പ്ലേറ്റു ആണ്, ഒരു പീഠഭൂമിയായിട്ട് നമുക്ക് പറയാവുന്നതാണ് ഈ പറയുന്ന മേഘാലയ പ്ലേറ്റു അല്ലെങ്കിൽ ഷില്ലോങ് പ്ലേറ്റു എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ സ്ട്രക്ചറലി നമുക്ക് പരിശോധിക്കുമ്പോൾ, ഇത് ഈ 2024 ചോദിച്ച ക്വസ്റ്റ്യൻ അതിന് മുന്നേ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സ്ട്രക്ചറലി ദ മേഘാലയ റീജൻ ഈസ് എ പാർട്ട് ഓഫ്, നമ്മൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുമ്പോൾ, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോൾ പൂർവാചൽ ഹിൽസിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ് മേഘാലയ പ്ലേറ്റു എന്ന് പറയുന്നത്. പക്ഷേ ഇതിന്റെ ഫോർമേഷന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പരിശോധിക്കുമ്പോൾ ഓർ സ്ട്രക്ചറലി നമുക്കിത് പരിശോധിക്കുമ്പോൾ ഇത് ശിവാലിക് റേഞ്ചിന്റെ ഭാഗമാണോ, ഗ്രേറ്റർ ഹിമാലയത്തിന്റെ ഭാഗമാണോ, ആരവല്ലിയുടെ ഭാഗമാണോ, പൂർവാചൽ അല്ലെങ്കിൽ ഡെക്കാൻ പ്ലേറ്റൂസിന്റെ ഭാഗമാണോ എന്ന് ചോദിച്ചാൽ ഡെക്കാൻ പ്ലേറ്റൂസിന്റെ ഭാഗമാണ്. അതായത് ഇന്ത്യയുടെ നോർത്തേൺ പ്ലെയിനിന്റെ താഴെ തൊട്ട് തുടങ്ങുന്ന ഈ കാണുന്ന ട്രയാങ്കുലർ ഷേപ്പിലുള്ള പെനിൻസുലാർ ഇന്ത്യ എന്ന് പറയുന്ന പെനിൻസുലാർ പ്ലേറ്റൂസ് എന്ന് പറയുന്നത് വോൾക്കാനോ ഇറപ്ഷന്റെ ഫലമായിട്ട് രൂപാന്തരപ്പെട്ടതാണ്. അതായത് ആഫ്രിക്കയുടെയും ഓസ്ട്രേലിയയുടെയും ഇടയിലായിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്? ഒരു ക്രാക്ക് വീണ് രൂപാന്തരപ്പെട്ട ഒരു ലാൻഡ് മാസാണ് ഈ പറയുന്ന പെനിൻസുലാർ പ്ലേറ്റു എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ ഡെക്കാൻ പ്ലേറ്റു എന്ന് പറയുന്നത്. ഈ പറയുന്ന പ്രദേശമാണ് ഇന്ത്യൻ പ്ലേറ്റ് എന്ന് നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞത്. ആ ഇന്ത്യൻ പ്ലേറ്റ് ആണ് ഞാൻ പറഞ്ഞ യുറേഷ്യയുമായിട്ട് ഫോൾഡിങ്ങിന് സംഭവിച്ചത്. ഈ ഒരു കൂട്ടിമുട്ടലിന്റെ ഫലമായിട്ടാണ് ഇന്ത്യയുടെ നോർത്തേൺ ഭാഗത്ത് നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ച് ഇങ്ങനെ മടക്കുകളായിട്ട് രൂപാന്തരപ്പെട്ടത്. അപ്പോൾ ഈ പെനിൻസുലാർ പ്ലേറ്റു അല്ലെങ്കിൽ ഡെക്കാൻ പ്ലേറ്റൂസിന്റെ ഈസ്റ്റേൺ ഭാഗത്ത് കിഴക്കൻ ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ് ചോട്ടാ നാഗ്പൂർ പ്ലേറ്റൂസ് എന്ന് പറയുന്നത്. ഈ ചോട്ടാ നാഗ്പൂർ പ്ലേറ്റൂസ് അതുപോലെ തന്നെ ചോട്ടാ നാഗ്പൂരിൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റ് ഉള്ള പടിഞ്ഞാറൻ ഭാഗത്താണ് മാൾവ പ്ലേറ്റൂസ് വരുന്നത്. ഇതിൻ്റെ തൊട്ട് താഴെയാണ് വിന്ധ്യ സത്പുര മൗണ്ടെയിൻ റേഞ്ചസ് വരുന്നത്. നമുക്ക് പെനിൻസുലാർ ഇന്ത്യയെ രണ്ടായിട്ട് വീണ്ടും നമുക്ക് തിരിക്കാം. പെനിൻസുലാർ ഇന്ത്യയുടെ നോർത്തേൺ ഭാഗത്തെ നമ്മൾ സെൻട്രൽ ഹൈലാൻഡ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഈ സെൻട്രൽ ഹൈലാൻഡ് മധ്യ ഉന്നത തടം എന്നാണ് സെൻട്രൽ ഹൈലാൻഡ് അറിയപ്പെടുന്നത്. ഈ സെൻട്രൽ ഹൈലാൻഡിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് മാൾവ പ്ലേറ്റു, ആരവല്ലി മൗണ്ടെയിൻ റേഞ്ച്, വിന്ധ്യ സത്പുര മൗണ്ടെയിൻ റേഞ്ച്, ചോട്ടാ നാഗ്പൂർ പ്ലേറ്റൂസ്.
ഇന്ത്യയുടെ ധാതു കലവറ എന്നാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി അറിയപ്പെടുന്നത്. ഇതിന്റെ തൊട്ട് താഴെയായിട്ടാണ് ട്രയാങ്കുലർ ഷേപ്പിലുള്ള സൗത്ത് ഭാഗത്തായിട്ടാണ്, സെൻട്രൽ ഹൈലാൻഡിന്റെ സൗത്ത് ഭാഗത്തായിട്ടാണ് ഡെക്കാൻ പ്ലേറ്റു വരുന്നത്. അപ്പൊ നമ്മൾ ഇത് രണ്ടും കൂടെ ചേർത്തും സ്വാഭാവികമായിട്ട് ഡെക്കാൻ പ്ലേറ്റൂസ് എന്ന് പറയാറുണ്ട്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ പെനിൻസുലാർ പ്ലേറ്റൂസിന്റെ സ്ട്രക്ചർ എന്ന് നമ്മൾ പറയുന്നത്. ഈ പെനിൻസുലാർ പ്ലേറ്റൂസിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സെൻട്രൽ ഹൈലാൻഡിന്റെ ഭാഗമായിട്ട് കിഴക്കൻ ഭാഗത്തുള്ള ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ നിന്നും ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഇന്ത്യൻ പ്ലേറ്റ് യുറേഷ്യൻ പ്ലേറ്റും തമ്മിൽ കൺവെർജൻസ് ചെയ്തപ്പോൾ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ നിന്നും അടർന്നു മാറിയ ഒരു ലാൻഡ് മാസാണ് ഈ പറയുന്ന ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് നിന്നും അടർന്നു മാറി കിഴക്കോട്ട് മൂവ് ചെയ്ത ലാൻഡ് മാസാണ് മേഘാലയ പ്ലേറ്റു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മേഘാലയ പ്ലേറ്റു ഇഗ്നീഷ് റോക്കുകളാൽ അഗ്നിപർവ്വത സ്ഫോടന ഫലമായിട്ട് മാഗ്മ പുറത്തു വന്ന് കൂളിങ്ങിന് വിധേയമായി രൂപാന്തരപ്പെട്ട ഒരു ഭൂപ്രദേശമായിട്ട് നമുക്കത് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് മേഘാലയ പ്ലേറ്റൂസിൽ ഇഗ്നീഷ് റോക്ക് നമുക്ക് കാണാൻ കഴിയുന്നത്. മേഘാലയ പ്ലേറ്റൂസിന് മറ്റൊരു പേര് കൂടിയുണ്ട്. അത് എക്സാമിന് ഇടവിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഷില്ലോങ് പ്ലേറ്റു എന്നുകൂടി മേഘാലയ പ്ലേറ്റൂസിനെ അറിയപ്പെടുന്നുണ്ട്. മേഘാലയ പ്ലേറ്റൂസിന്റെ എക്സ്റ്റൻഷൻ ആയിട്ട് മേഘാലയയുടെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് ആസാമിനെ കാണാൻ കഴിയും. മേഘാലയ പ്ലേറ്റൂസിന്റെ എക്സ്റ്റൻഷൻ ആയിട്ട് നമുക്ക് ആസാമിൽ കാണാൻ കഴിയുന്നതാണ് കർബി ആംഗ്ലോങ് പ്ലേറ്റു എന്ന് പറയുന്നത്. കർബി ആംഗ്ലോങ് പ്ലേറ്റു ഓർത്ത് വെക്കുക. കർബി ആംഗ്ലോങ് പ്ലേറ്റു ഇസ് ദ എക്സ്റ്റൻഷൻ ഓഫ്, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, കർബി ആംഗ്ലോങ് പ്ലേറ്റു എന്ന് പറയുന്നത് എക്സ്റ്റൻഷൻ ഓഫ് മേഘാലയ പ്ലേറ്റു. മേഘാലയ പ്ലേറ്റൂസിന്റെ എക്സ്റ്റൻഷൻ ആയിട്ട് നമുക്ക് കർബി ആംഗ്ലോങ് പ്ലേറ്റൂസ് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അത് ആസാമിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ പറഞ്ഞ മേഘാലയ പ്ലേറ്റൂസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഏതൊക്കെ? ഗാരോ, ഗാസി, ജൈന്തിയ ഹിൽസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പൊ ഗാരോ, ഗാസി, ജൈന്തിയ ഹില്ല് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ആ ഗാരോ, ഗാസി, ജൈന്തിയ ഹിൽ മേഘാലയ പ്ലേറ്റു ഓർ ഷില്ലോങ് പ്ലേറ്റൂസിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഇഗ്നേഷ് റോക്കുകളാൽ നിർമ്മിതമായിട്ടുള്ള ഒരു ഭൂപ്രദേശം കൂടി ആണ് എന്നൊരു കാര്യം കൂടി ഓർക്കുക. പൂർവാചൽ ഹിൽസിന്റെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ജുമിങ് എന്ന് പറയുന്ന കൾട്ടിവേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ, ഇതൊരു പ്രിമിറ്റീവ് കൾട്ടിവേഷൻ ആണ്. പരമ്പരാഗത അവിടുത്തെ ജനങ്ങൾ ഹില്ലി ഏരിയ ആണല്ലോ, തട്ടായിട്ട് തിരിച്ചു നടത്തുന്ന ഒരു കൃഷി രീതിയാണ് ജുമിങ് കൾട്ടിവേഷൻ എന്ന് പറയുന്നത്. ജൂം കൾട്ടിവേഷൻ ഓർ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ഈസ് ഓൾസോ നോൺ ബൈ ദ നെയിം ഓഫ് പ്ലാന്റേഷൻ, മിക്സഡ് ഫാമിംഗ്, എക്സ്റ്റെൻസീവ് ഫാമിംഗ്, സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ. എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചറിന് എക്സാമ്പിൾ ആണ് ജുമിങ് കൾട്ടിവേഷൻ. ഒരു പ്രദേശത്തേക്ക് എത്തുകയും ആ പ്രദേശത്ത് കാടൊക്കെ വെട്ടിത്തെളിച്ച് തീയിട്ട് കൃഷിക്ക് അനുയോജ്യമായി തട്ടുകളായിട്ട് തിരിച്ച് കൃഷി ചെയ്യുന്ന ഒരു രീതിയാണ്. കുറെ നാൾ അവിടെ കൃഷി ചെയ്തതിന് ശേഷം അവിടുത്തെ വളക്കൂറ് നഷ്ടപ്പെടുമ്പോൾ, മണ്ണിന്റെ ഫെർട്ടിൽ നഷ്ടപ്പെടുമ്പോൾ ആ പ്രദേശം ഉപേക്ഷിച്ച് പോവുകയും മറ്റൊരു പ്രദേശം കൃഷിക്ക് വേണ്ടി സെലക്ട് ചെയ്യുകയും ചെയ്യപ്പെടാറുണ്ട്. ഈ രീതിയിലൊരു കൾട്ടിവേഷൻ ആണ് ജുമിങ് കൾട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇതൊരു പ്രിമിറ്റീവ് കൾട്ടിവേഷൻ ആണ്. പൂർവാചൽ ഹിൽസിന്റെ ഭാഗത്താണ് നമുക്ക് ഈ പറയുന്ന ജുമിങ് അല്ലെങ്കിൽ സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചറൽ രീതി നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ആന്റിസിഡന്റ് റിവർ ഇൻ ഇന്ത്യ? ഏഷ്യന്റ് റിവർ ഇൻ ഇന്ത്യ. ഒരു പൂർവകാലീന നദി അല്ലാത്തത് ഏത് തന്നിട്ടുള്ളതിൽ? ഗംഗ, യമുന, കോസി, ഇൻഡസ്. ആരാണ് പൂർവകാലീന റിവർ? ആരാണ് ഈ ആന്റിസിഡന്റ് റിവർ? A river that maintain its original course and pattern despite the upliftment of land or the formation of mountain range. ശരിക്കും ഹിമാലയം എന്ന് പറയുന്ന ഒരു ഫോൾഡ് മൗണ്ടെയിൻ ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇന്ത്യൻ പ്ലേറ്റും യുറേഷ്യൻ പ്ലേറ്റും തമ്മിലുള്ള കൺവെർജൻസി ഫോൾഡിങ്ങിന്റെ ഫലമായി മടക്കുകൾ രൂപാന്തരം കൊള്ളുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഈ പറയുന്ന സമയത്തും ഫോൾഡിംഗ് എന്ന് പറയുന്ന പ്രവർത്തനം, ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പൊ ഇവിടെ ഈ പറയുന്ന ഫോൾഡിങ്ങിന് മുമ്പും ഇവ തമ്മിൽ കൂട്ടിമുട്ടുന്ന സമയത്ത് ചില നദികൾ ഉണ്ടായിരുന്നു. ഈ ഫോൾഡിങ് നടന്നപ്പോഴും കൂട്ടിമുട്ടൽ നടന്നപ്പോഴും ആ നദികൾ ഒഴുകുന്നുണ്ട്. ആ നദികളുടെ കോഴ്സോ അതിന്റെ ഒറിജിനൽ പാറ്റേണിനോ യാതൊരു മാറ്റം വരാതെ ഒഴുകുന്നതാണ് ആ നദികൾ. അതാണ് ആന്റിസിഡന്റ് പൂർവകാലീന നദികൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഏഷ്യൻ റിവർ എന്ന് വിശേഷിപ്പിക്കുന്നത് ഗംഗ, യമുന, കോസി,
ഇൻഡസ്, ഇതിൽ ഏതാണ് ആന്റിസിഡന്റ് റിവർ, ഇതിൽ ഏതാണ് ഏഷ്യൻ റിവർ എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ പറയുന്ന ഇൻഡസ് നദി എന്ന് പറയുന്നത് ശരിക്കും ഹിമാലയത്തിൽ നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചസുമായി ബന്ധപ്പെട്ടുള്ള 4 നദികളുമാണ് തന്നിട്ടുള്ളത്. ഇൻഡസ് ട്രാൻസ് ഹിമാലയത്തിൽ കൂടിയാണ് ഒറിജിൻ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഇൻഡസ് എന്ന് പറയുന്നത് ടിബറ്റൻ ഭാഗത്ത് വെച്ച് ഒറിജിൻ ചെയ്ത് നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിലേക്ക് ഒഴുകുന്നു. ഒഴുകിയതിനു ശേഷം പിന്നെ ഇങ്ങനെ താഴോട്ട് ഒഴുകി കറാച്ചിയിൽ വെച്ച് അറബിക്കടലിൽ പതിക്കുന്ന ഒരു നദിയാണ്. ഇൻഡസ് ടിബറ്റൻ ഭാഗത്ത് വെച്ചാണ് ഉത്ഭവിക്കുന്നത്. മൗണ്ട് കൈലാസിൽ വെച്ചാണ് ഇൻഡസിന്റെ ഒറിജിൻ നമുക്ക് കാണാൻ കഴിയുന്നത്. മൗണ്ട് കൈലാസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാരക്കോറം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കാരക്കോറം മൗണ്ടെയിൻ റേഞ്ചസിന്റെ ഈസ്റ്റേൺ ഭാഗത്തായിട്ട് കാരക്കോറത്തിന്റെ തുടർച്ചയായിട്ട് ടിബറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്ന മൗണ്ടെയിൻ റേഞ്ച് ആണ് മൗണ്ട് കൈലാസ്. മൗണ്ട് കൈലാസിലെ മാനസ സരോവർ എന്ന് പറയുന്ന ഗ്ലേസിയറിൽ വെച്ച് ഉത്ഭവിക്കുന്ന റിവർ ആണ് ഇൻഡസ് എന്ന് പറയുന്ന. ഇൻഡസ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എടുത്ത് പരിശോധിക്കുമ്പോൾ, ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എടുത്ത് പരിശോധിക്കുമ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ നദിയാണ്. പക്ഷെ നിലവിൽ ഇൻഡസ് ഇന്ത്യയിൽ കൂടി 709 കിലോമീറ്റർ മാത്രമേ ഒഴുകുന്നുള്ളൂ. പിന്നെ 3 രാജ്യങ്ങളിൽ കൂടിയാണ് ഇൻഡസ് ഒഴുകുന്നത്. ടിബറ്റൻ ഭാഗമായിട്ടുള്ള ചൈനയുടെ പ്രദേശമായിട്ട് ഇന്ന് നമ്മൾ പറയുന്ന ആ ഒരു പ്രദേശത്ത് വെച്ച് ഉത്ഭവിച്ച് ഇന്ത്യയിൽ ലഡാക്കിൽ കൂടി മാത്രമാണ് ഇന്ന് ഒഴുകുന്നത്, യൂണിയൻ ടെറിട്ടറി. അവിടെ നിന്ന് നേരെ ഇത് പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നു. പാകിസ്ഥാനിൽ പ്രവേശിച്ചതിന് ശേഷം കറാച്ചിയിൽ വെച്ച് അറബിക്കടലിൽ ഡിസ്ചാർജ് ചെയ്യുന്നു. ഹിമാലയത്തിൽ നിന്ന് വെച്ച് ഉത്ഭവിക്കുന്ന നദികളിൽ, ഹിമാലയൻ നദികളിൽ only one river, അല്ലെങ്കിൽ നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചസിൽ വെച്ച് ഉത്ഭവിക്കുന്ന നദികളിൽ ഒരൊറ്റ നദി മാത്രമാണ് അറബിക്കടലിൽ ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നത്. അത് ഈ പറയുന്ന ഇൻഡസ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പം ഈ ഇൻഡസുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഈ മൗണ്ട് കൈലാസത്തിൽ മാനസ സരോവർ എന്ന് പറയുന്ന തടാകം, മാനസ സരോവർ ലേക്ക് ആണല്ലോ, ഇതാണ് വളരെ പ്രധാനപ്പെട്ടത്. ഇവിടെ വെച്ചാണ് ഇൻഡസിന്റെ ഒറിജിൻ. ഇതിന് തൊട്ട് താഴെയായിട്ട് മറ്റൊരു ലേക്ക് കൂടി നമുക്ക് മനോഹരമായ ഒരു ലേക്ക് കൂടി കാണാൻ കഴിയും. രാഗ, അല്ലെങ്കിൽ അതിന് പൂർണ്ണ പേര് രക്ഷസ്ഥൽ എന്നാണ് ആ ലേക്കിന്റെ പേര്. രാഗ രക്ഷസ്ഥൽ എന്നാണ് അറിയപ്പെടുന്നത്. ഈ രാഗ രക്ഷസ്ഥൽ ലേക്കിൽ വെച്ച് ഒരു നദി ഉത്ഭവിക്കുകയും ആ നദി ഇൻഡസിന്റെ തൊട്ട് താഴെ കൂടി ഇങ്ങനെ ഒഴുകുകയും ആ ഒരു കാലഘട്ടത്തിൽ അത് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇൻഡസിന്റെ ഇന്ന് നമുക്ക് പരിശോധിക്കുമ്പോൾ ഇൻഡസിന്റെ ട്രിബ്യൂട്ടറി ആണ്, ഇൻഡസിന്റെ പോഷക നദിയാണ്. എന്നാൽ ഒരു കാലഘട്ടത്തിൽ അത് ഇൻഡസിന്റെ പോഷക നദി ആയിരുന്നുമില്ല. ഈ ഫോൾഡിങ്ങിന്റെ ഒക്കെ ഫലമായിട്ട് പിന്നീട് ഇത് ഇൻഡസിന്റെ പോഷക നദിയായിട്ട് മാറിയ ഒരു നദി, അത് ട്രാൻസ് ഹിമാലയൻ നദിയാണ്. ട്രാൻസ് ഹിമാലയൻ നദി എന്ന് പറയാൻ കാരണം ട്രാൻസ് ഹിമാലയത്തിൽ വെച്ച് ഉത്ഭവിച്ചത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അതാരാണ്? സത്ലജ് ആണ്. അപ്പൊ സത്ലജിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇൻഡസിനേക്കാൾ പഴക്കം കൊടുക്കുന്നുണ്ട് ജോഗ്രഫിക്കലി. അപ്പൊ നമ്മുടെ സ്പെസിഫിക് ആയിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്, ഇൻഡസിന്റെ ആന്റിസിഡന്റ് റിവർ ഏതെന്ന് ചോദിച്ചാൽ സത്ലജ് ആണ്. പിന്നീടാണ് ഇൻഡസ് രൂപാന്തരപ്പെടുകയും പിന്നെ മടക്കുകൾ രൂപാന്തരപ്പെടുന്നതനുസരിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഡസ് ഒരു ആന്റിസിഡന്റ് റിവർ ആയിട്ട് തീരുകയും ഇൻഡസിന്റെ ദിശയ്ക്കും മറ്റു കാര്യങ്ങൾക്കൊന്നും വ്യതിയാനം വരുന്നില്ല. അപ്പം ഈ പറയുന്ന ഇൻഡസിലേക്ക് പിന്നെ എന്ത് ചെയ്യുന്നു? സത്ലജ് നദി വന്ന് പതിക്കുന്നു. ഇൻഡസ് ഒരു വലിയ നദിയായിട്ട് മാറുന്ന കാഴ്ചയാണ് നമുക്ക് പിന്നീട് കാണാൻ കഴിയുന്നത്. അപ്പോൾ കാരക്കോറത്തിന്റെ ഭാഗമായിട്ടുള്ള മൗണ്ട് കൈലാസിൽ വെച്ച് ഉത്ഭവിക്കുന്ന ഇൻഡസ് ഒരു ട്രാൻസ് ഹിമാലയൻ നദിയാണ്. ജനറലി എക്സാമിന് ചോദിക്കുമ്പോൾ ഇൻഡസ് ഒരു ഹിമാലയൻ നദിയാണോ എന്ന് ചോദിച്ചാൽ ആണ്, ശരിയാണ്. സ്പെസിഫിക് ആയിട്ട് വീണ്ടും ഇറങ്ങിച്ചെന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഇൻഡസ് ഒരു ട്രാൻസ് ഹിമാലയൻ നദിയാണോ എന്ന് ചോദിച്ചാൽ ആണ്. ഇൻഡസ് ഒരു ട്രാൻസ് ഹിമാലയൻ നദി. സത്ലജ് ഇൻഡസ് ഉത്ഭവിക്കുന്നതിന്റെ തൊട്ട് തെക്ക് ഭാഗത്തുള്ള, തൊട്ട് സൗത്ത് ഭാഗത്തുള്ള രാഗ രക്ഷസ്ഥൽ ടിബറ്റൻ ഭാഗത്ത് വെച്ച് തന്നെയാണ് ഇത് ഉത്ഭവിക്കുന്നത്. അവിടെ വെച്ച് ഉത്ഭവിക്കുന്നതാണ് സത്ലജ് റിവർ. സത്ലജ് ഈ പറയുന്ന പോലെ ഒരു നോർത്ത് ഈസ്റ്റേൺ ഡയറക്ഷനിൽ കൂടി നോർത്ത് വെസ്റ്റേൺ ഡയറക്ഷനിൽ കൂടി ഒഴുകിയതിനു ശേഷം ഇൻഡസിലേക്ക് വന്ന് പതിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ സത്ലജ് എന്ന് പറയുന്നത് ഇൻഡസിന്റെ ഏഷ്യൻ റിവർ ആണ്. ഇൻഡസിന്റെ ആന്റിസിഡന്റ് റിവർ ആയിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ഇൻഡസിന്റെ ഒരു പൂർവ്വകാലീന റിവർ ഏതെന്ന് ചോദിച്ചാൽ കണ്ണുപൂട്ടി നമുക്ക് ആൻസർ ചെയ്യാൻ സത്ലജ് ആണ്. ഇനി അടുത്തത് ഗംഗ. ഗംഗയ്ക്ക് ഒരു ആന്റിസിഡന്റ് റിവർ ഉണ്ട്. ബീഹാറിന്റെ ദുഃഖം എന്ന് വിശേഷിപ്പിക്കുന്ന മൗണ്ട് എവറസ്റ്റിന്റെ തൊട്ടടുത്തുള്ള മൗണ്ട് അരുണിൽ നിന്നൊക്കെ ഒറിജിൻ ചെയ്യുന്ന ഒരു നദിയാണ് കോസി റിവർ.
കോസി ആരുടെയാണ്? ഗംഗയുടെ ഒരു ആന്റിസിഡന്റ് റിവർ ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നതാണ് കോസി റിവർ എന്ന് പറയുന്നത്. അപ്പം ഇൻഡസ് ഒരു ആന്റിസിഡന്റ് ആണ്. ഇൻഡസിന്റെ ആന്റിസിഡന്റ് റിവർ ഏതെന്ന് നമ്മൾ കണ്ടെത്തി, അത് സത്ലജ് ആണ്. ഗംഗയുടെ ആന്റിസിഡന്റ് ആണ് കോസി. അപ്പൊ ഇവരെല്ലാവരും ആന്റിസിഡന്റ് റിവർ ആണ്. ഇതിൽ റീസെന്റ് ഫോം ചെയ്യപ്പെട്ടത് ആന്റിസിഡന്റ് അല്ലാത്തത് അത് യമുനയാണ്. അപ്പൊ എന്താണ് ആന്റിസിഡന്റ് റിവർ? ദ റിവേഴ്സ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബിഫോർ ദ അപ്ലിഫ്റ്റ് സ്റ്റാർട്ട്. ഇന്ത്യൻ പ്ലേറ്റ് യുറേഷ്യൻ പ്ലേറ്റും തമ്മിലുള്ള കൺവെർജൻസിന് മുമ്പായി രൂപാന്തരപ്പെട്ട നദികളെയാണ് നമ്മൾ ആന്റിസിഡന്റ് റിവർ ആയിട്ട് പരിഗണിക്കുന്നത്. എറോഡ് ഇറ്റ്സ് ബെഡ് അറ്റ് എ റേറ്റ് ഫാസ്റ്റ് ഇനഫ് ടു കീപ് പ്ലേസ് ദ റൈസിംഗ്. അപ്പൊ ഇത് വീണ്ടും ഇങ്ങനെ പൊങ്ങി പൊങ്ങി പോകുന്നതിന് ശേഷം ഇടുങ്ങിയ അഗാധമായ ഗിരികന്ധരങ്ങളിൽ കൂടിയാണ് ഈ പറയുന്ന ഇൻഡസ് ഒഴുകുന്നത്. ശരിയല്ലേ? അപ്പോൾ ഈ പറയുന്ന മടക്കുകൾ രൂപാന്തരപ്പെട്ടപ്പോൾ സബ്മർജ് ചെയ്തു പോയ, മുങ്ങിത്താഴ്ന്നു പോയ, അല്ലെങ്കിൽ ആണ്ടുപോയ ഒരു നദിയാണ്, ഇന്ന് നമുക്ക് കാണാനില്ലാത്തൊരു നദിയാണ് സരസ്വതി റിവർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊള്ളട്ടെ. നിങ്ങൾ ഈ കാണുന്ന ക്ലാസ്സിലെ ചോദ്യങ്ങളടക്കം അവസാനമായി നടന്ന 6 വർഷങ്ങളിലെ CGL ചോദിച്ചിട്ടുള്ള ടയർ 1ലെയും ടയർ 2ലെയും എല്ലാ GK ചോദ്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മളൊരു CGL ക്വസ്റ്റ്യൻ ബാങ്ക് അക്കാഡമിക്സിൽ നിന്ന് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഏകദേശം 3678 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ബാങ്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ എല്ലാ സബ്ജക്റ്റും, GKയിലെ എല്ലാ സബ്ജക്റ്റും, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, എക്കണോമിക്സ്, സ്ട്രാറ്റജിക്ക്, ഈവൻ ടയർ 2ൽ ചോദിക്കുന്ന ടയർ 2ൽ ക്വാളിഫിംഗ് ആയിട്ടുള്ള കമ്പ്യൂട്ടറിലെ ചോദ്യങ്ങൾ വരെ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഈ പറയുന്ന പോലെ CGL ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമാണ്. 2019 മുതലുള്ളത് ഓരോന്നായിട്ട് പെരുക്കിയെടുത്ത് സബ്ജക്ട് വൈസ് സോർട്ട് ചെയ്തിട്ടാണ് ഇതിരിക്കുന്നത് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എല്ലാ സബ്ജക്റ്റും ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇയർ വൈസ് തന്നെ നമ്മൾ അവൈലബിൾ ആക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഓരോ ചോദ്യങ്ങളും നിങ്ങൾ പരിചയപ്പെടുന്നതിലൂടെ എങ്ങനെയാണ് CGLന് GKയിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നതെന്നും എങ്ങനെയാണ് അതിനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ഒരു PDFിൽ നിന്ന് കിട്ടും. ഇതിന് 99 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. PDF ആയിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും കൊടുത്തിട്ടുണ്ട്. സോ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തെടുത്ത് യൂസ് ചെയ്യാം. താങ്ക് യു. Which of the following is the transboundary river between India and Pakistan? ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ബൗണ്ടറിയിൽ ആയിട്ട് നമുക്ക് പരിഗണിക്കാൻ കഴിയുന്ന ഒരു നദി ഏത് എന്ന് ചോദിച്ചാൽ, എൻഡ് ഓഫ് ദ ബൗണ്ടറി ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു നദി ഏതെന്ന് ചോദിച്ചാൽ ബിയാസ്, ഇൻഡസ്, രവി, ഝലം റിവർ ആണ്. ഇതിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇൻഡസിനെ കുറിച്ചൊന്ന് പരിശോധിക്കാം. ഞാൻ നേരത്തെ വരച്ചു തന്നു. ഇത് മൗണ്ട് കൈലാസിലെ മാനസ സരോവർ തടാകത്തിൽ വെച്ച് ഒറിജിൻ ചെയ്ത് ഇങ്ങനെ നോർത്ത് വെസ്റ്റിലേക്ക് ഒഴുകി ഇങ്ങനെ താഴോട്ടൊഴുകി പിന്നെ കറാച്ചിയിൽ വെച്ച് അറബിക്കടലിൽ പതിക്കുന്ന നദിയാണ് ഇൻഡസ്. ഇൻഡസിന്റെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് നമ്മൾ ഈ 5 ട്രിബ്യൂട്ടറി: ഝലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഈ ഝലം റിവർ കാശ്മീർ വാലീസിൽ കൂടി വെരിനാഗ് എന്ന് പറയുന്ന ഗ്ലേസിയറിൽ വെച്ചാണ് ഝലം റിവർ ഒറിജിൻ ചെയ്യുന്നത്. അല്ലെ, ഝലം റിവറിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് എവിടെയാണ്? വെരിനാഗ് എന്ന് പറയുന്ന ഒരു ഗ്ലേസിയറിൽ വെച്ച് ഒറിജിൻ ചെയ്തു. കാശ്മീർ വേലിയിൽ കൂടി ഒഴുകുന്ന നദി, ശ്രീനഗർ പട്ടണത്തിൽ കൂടി ഒഴുകുന്ന നദിയാണ് ഝലം റിവർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഈ ഝലം റിവർ വന്ന് പതിക്കുന്നത് ഇൻഡസിന്റെ ഏറ്റവും വലിയ പോഷക നദിയായിട്ട് നമ്മൾ പരിഗണിക്കുന്നതാണ് ആര്? ചിനാബ് റിവർ. ആരാണ്? ഇൻഡസിന്റെ ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആരെയാണ്? ചിനാബ് റിവർ ആണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഝലം റിവർ ചിനാബിലാണ് വന്ന് പതിക്കുന്നത്. സെറ്റാണോ? നമ്മൾ പറയുമ്പോൾ, നമ്മൾ പഠിക്കുമ്പോൾ, നമ്മൾ ജനറലി നമ്മൾ പറയുന്നത് ഝലം, ചിനാബ്, രവി, ബിയാസും സത്ലജും ഇൻഡസിലേക്ക് വന്ന് പതിക്കുന്നു. പക്ഷേ ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുമ്പോൾ ഝലം റിവർ ചിനാബിൽ വന്ന് പതിക്കുകയും ആ ചിനാബാണ് ഇൻഡസിലേക്ക് വന്ന് പതിക്കുന്നത്. ഇനി അടുത്തത് രവി നദിയാണ്. ഝലം, ചിനാബ്, രവി. രവി എന്ന് പറയുന്നത് ഈ കാണുന്നത് പോലെ ചിനാബ് നദിയിലേക്കാണ് വന്ന് പതിക്കുന്നത്. ഓക്കെ ആണോ? കണ്ടല്ലോ. ഇനി അടുത്തത് ബിയാസ്. ബിയാസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇൻഡസിന്റെ 5 ട്രിബ്യൂട്ടറികളിൽ, അതായത് ഈ 5 ട്രിബ്യൂട്ടറികളിൽ ഏറ്റവും ചേർന്നും പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ കൂടി ഒഴുകുന്ന ഇൻഡസിന്റെ പോഷക നദിയാണ് ബിയാസ് എന്ന് പറയുന്നത്. ബിയാസ് നേരെ ഇൻഡസിലേക്കല്ല വന്ന് പതിക്കുന്നത്. ഈ ബിയാസ് പതിക്കുന്നത് തൊട്ട് താഴെ നമ്മൾ നേരത്തെ കണ്ടു, ഈ ടിബറ്റിൽ മാനസ സരോവർ ലേക്കിന്റെ തൊട്ട് താഴെയുള്ള രാഗ അല്ലെങ്കിൽ രക്ഷസ്ഥൽ എന്ന് പറയുന്ന ലേക്ക്,
ആ ലേക്കിൽ വെച്ച് ഒറിജിൻ ചെയ്യുന്ന ഒരു ട്രാൻസ് ഹിമാലയൻ നദിയായിട്ട് നമ്മൾ പരിഗണിക്കപ്പെട്ടതാണ് ഏത്? സത്ലജ് എന്ന് പറയുന്ന റിവർ. ആ സത്ലജ് റിവറിലേക്കാണ് ആര് വന്ന് പതിക്കുന്നത്? ബിയാസ് വന്ന് പതിക്കുന്നത്. ബിയാസ് കംപ്ലീറ്റ്ലി പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ കൂടി ഒഴുകുന്ന ഇൻഡസിന്റെ പോഷക നദി ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ണും പൂട്ടി ഉത്തരം എഴുതാൻ കഴിയണം, അത് ബിയാസ് ആണ്. ബിയാസ് സത്ലജിലേക്കാണ് വന്ന് പതിക്കുന്നത്. ഇനി ഞാൻ ഇത് പറയാൻ കാരണം, ഇവിടെ ഞാൻ രവി എഴുതാൻ വിട്ടുപോയി, ഞാൻ പറയാൻ കാരണം ഇതിൽ ജലം എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിൽ കൂടിയൊക്കെ ഒഴുകിയതിനു ശേഷം പാകിസ്ഥാനിലേക്ക് എൻ്റർ ചെയ്യുന്നു. ചിനാബും പാകിസ്ഥാനിൽ കൂടി എൻ്റർ ചെയ്യുന്നു. രവി എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചാബിലെ ഏറ്റവും ചെറിയ നദിയായിട്ട് പറയുന്നു. ഇതും ജസ്റ്റ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ആ ബൗണ്ടറിയിൽ വെച്ച് അവസാനിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ ആണല്ലോ. അതായത് നമ്മുടെ ഇൻഡസ് വാട്ടർ എഗ്രിമെന്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മളൊരു ചെറിയൊരു വാറ് പോലെ വാറെന്ന് പറയാൻ പറ്റില്ല, വാറ് പോലെ ഒരു രീതിയിലേക്ക് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മാറിയിരുന്നു. ആ സമയത്ത് ഇൻഡസ് വാട്ടർ ട്രീറ്റിയെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അതായത് 1960 സെപ്റ്റംബർ 19 ഇൻഡസ് വാട്ടർ എഗ്രിമെന്റ് പ്രകാരം ഇൻഡസിന്റെ ജലം, ഝലം റിവറിന്റെ ജലം, ചിനാബ് റിവറിന്റെ വാട്ടർ, ഇത് മൂന്നും ഉപയോഗിക്കാനുള്ള, അല്ലെങ്കിൽ ഇവിടെ ഇന്ത്യ ഡാം നിർമ്മിക്കാൻ പാടില്ല. പകരം ഈ മൂന്നും പാകിസ്ഥാനിലേക്കാണ് കൂടുതലും പോകുന്നത്. അപ്പൊ പാകിസ്ഥാനിൽ ഈ മൂന്ന് നദികളിലും സ്വതന്ത്രം നൽകുന്ന ഡാം കൺസ്ട്രക്ഷനും വെള്ളം എടുക്കാനൊക്കെ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു രീതിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് 1960 സെപ്റ്റംബർ 19 ഇൻഡസ് വാട്ടർ ട്രീറ്റി എഗ്രിമെന്റ് പ്രകാരം. അതേസമയം രവി, പിന്നെയുള്ളത് ബിയാസ്, പിന്നെയുള്ളത് സത്ലജ്, ഈ മൂന്ന് നദികളുടെയും അവകാശം ആർക്കാണ് ലഭിക്കപ്പെടുന്നത്? അതായത് ഇങ്ങോട്ട് വരുമ്പോൾ, കിഴക്കോട്ട് വരുമ്പോൾ, ഇപ്പോൾ ഇന്ത്യക്ക് അകത്തേക്ക് വരുമ്പോൾ ആ മൂന്ന് നദികളുടെ അവകാശവാദം ഇന്ത്യക്കുമാണ് ലഭിക്കപ്പെടുന്നത്. ഈ രവി എന്ന് പറയുന്നത് ഈ പറയും പോലെ ഒരു ട്രാൻസ് ബൗണ്ടറിയിൽ വെച്ച് അവസാനിക്കുന്ന ഒരു നദി കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ട്രാൻസ് ബൗണ്ടറി റിവർ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ, രവി ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് ഇനി ഒരു കാര്യം കൂടി പറയട്ടെ. ഇൻഡസിന്റെ ഡയറക്ഷൻ ഒരു നോർത്ത് വെസ്റ്റിലേക്ക് വന്നിട്ട് പിന്നെ ഒരു സൗത്തിലേക്ക് പോകുന്ന ഒരു രീതിയാണ്. അപ്പൊ ആ ഡയറക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഇത് ഇൻഡസിന്റെ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസും ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസും എക്സാമിന് ചോദിക്കാറുണ്ട്. ഇത് ലെഫ്റ്റ് ബാങ്ക് ആണ്, ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞ റൈറ്റ് ബാങ്ക് ആണ്. അപ്പം ഇൻഡസിന്റെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് ഏതൊക്കെയാണ്? ഝലം പറയാം, ചിനാബ് പറയാം, രവി പറയാം, ബിയാസും പറയാം, സത്ലജും ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ഓഫ് ഇൻഡസ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ആൻസർ രവിയാണ്. ഈ ഒരു പിക്ചർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് അത് കാണുമ്പോൾ നമുക്ക് സൂം ചെയ്ത് നോക്കാം. ഞാൻ വരച്ച് ഇത് തന്നെയാണ് നിങ്ങളെ വരച്ച് പഠിപ്പിച്ചതും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ട്രിബ്യൂട്ടറി ഓഫ് ഗംഗ? ഗംഗയുടെ ട്രിബ്യൂട്ടറി അല്ലാത്തത് ഏതാണ്? യമുന, നമുക്ക് എല്ലാവർക്കും അറിയാം. ഗംഗയുടെ ഏറ്റവും വലിയ ട്രിബ്യൂട്ടറിയാണ് കോസി. ഓൾറെഡി ഞാൻ പറഞ്ഞു, ഗംഗയേക്കാൾ മുന്നേ രൂപാന്തരപ്പെട്ടൊരു നദിയാണ് കോസി. ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ്. ഒരു ആന്റിസഡന്റ് റിവർ ആണ്, ഗംഗയുടെ ട്രിബ്യൂട്ടറി ആണ്. ഗന്ധക് ഗംഗയുടെ ട്രിബ്യൂട്ടറി ആണ്. ലോഹിത് ഗംഗയുടെ ട്രിബ്യൂട്ടറി അല്ല. ലോഹിത് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ബ്രഹ്മപുത്രയുടെ ട്രിബ്യൂട്ടറി ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ഗംഗ നദീ സിസ്റ്റം നമ്മൾ പറയുന്ന സമയത്ത് ഗംഗ ഉത്തരാഖണ്ഡിലെ ഗംഗോത്രിയിൽ വെച്ചാണ് ഒറിജിൻ ചെയ്യുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഉത്തരാഖണ്ഡിൽ നിന്ന് ഗംഗ ഇങ്ങനെ താഴോട്ട് ഒഴുകിയതിനു ശേഷം ഉത്തർപ്രദേശിലേക്കാണ് ഗംഗ എത്തിച്ചേരുന്നത്. ഗംഗ ഉത്തർപ്രദേശിലേക്ക് എത്തിച്ചേർന്നതിന് ശേഷം ഗംഗ പിന്നീട് ബീഹാറിലാണ് ഗംഗ എത്തിച്ചേരുന്നത്. ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാറിൽ എത്തുന്ന ഗംഗ ഇങ്ങനെ താഴോട്ട് വെസ്റ്റ് ബംഗാളിലേക്ക് ഒഴുകുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതാണ് ഒരു ഗംഗാ റിവർ സിസ്റ്റമായിട്ട് എനിക്ക് പറയാൻ കഴിയുന്നത്. ഓക്കെ ആണല്ലോ. തീർന്നിട്ടില്ലേ, ഇനി ഇവിടെ ആഡ് ചെയ്യാനുണ്ട് എനിക്ക് കുറച്ച് പോയിന്റ്. അപ്പോൾ ഈ പറയുന്ന ഗംഗയുടെ ഒരു ഡയറക്ഷൻ ആദ്യം നോർത്തിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ കുന്തനെ സൗത്തിലോട്ട് പോകുന്ന രീതിയിലാണ് ഈ വരച്ച് കാണിച്ചത്. പിന്നെ നോർത്തിൽ നിന്ന് ഈസ്റ്റിലോട്ട് പോകുന്നതും, പിന്നെ ബീഹാറിലെ ഈ ഒരു പ്രദേശം, ഇതാണ് മാൾഡ ഗ്യാപ്പ് എന്ന് പറയുന്നത്. മാൾഡ ഗ്യാപ്പ് ബീഹാറിന്റെ വെസ്റ്റ് ബംഗാളിന്റെ ഇടയിൽ, മാൾഡ എന്ന് പറയുന്ന ഡിസ്ട്രിക്ട് ഇന്ന് വെസ്റ്റ് ബംഗാളിലാണ്. ഇവിടെയാണ് ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റ്യൂസിൽ വെച്ച് അടർന്നു മാറിപ്പോയത്? മേഘാലയ പ്ലേറ്റ്യൂസ് അടർന്നു മാറിയതും, മേഘാലയ പ്ലേറ്റ്യൂസ് അടർന്നു മാറിയതിന്റെ ഫലമായിട്ട്
എന്തായാലും ഒരു ലാൻഡ് മാസ് അടർന്നു മാറുമ്പോൾ അവിടെ ഒരു ഗർത്തം രൂപം കൊള്ളും. അതാണ് മാൾഡ ഗ്യാപ്പ് എന്നറിയപ്പെടുന്നത്. ഈ മാൾഡ ഗ്യാപ്പ് നികത്തപ്പെട്ട, ഫില്ല് ചെയ്യപ്പെട്ട, ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ട നദി ഏതെന്ന് എക്സാമിന് ചോദിക്കാം. മാൾഡ ഗ്യാപ്പ് നികത്തപ്പെട്ട അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ട, ഫില്ല് ചെയ്യപ്പെട്ട നദി ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് ആൻസർ എഴുതാൻ കഴിയണം, അത് ഗംഗയാണ്. ആ ഒരു കാലഘട്ടത്തിൽ ഗംഗ മാത്രമല്ല നികത്തപ്പെട്ടത്, ഗംഗയോടൊപ്പം തന്നെ ഇതിനുടെ ഈസ്റ്റേൺ ഭാഗത്ത് കൂടി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന ആരും ഉണ്ടായിരുന്നു, ബ്രഹ്മപുത്രയും കൂടി ചേർന്നായിരുന്നു മാൾഡ ഗ്യാപ്പ് നികത്തപ്പെട്ടത്. മാൾഡ ഗ്യാപ്പ് ബീഹാറിന്റെ വെസ്റ്റ് ബംഗാളിന്റെ ഇടയിലായിട്ട്, ഇപ്പൊ നമുക്ക് പറയുമ്പോൾ വെസ്റ്റ് ബംഗാളിന്റെ ഭാഗത്തായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ നികത്തപ്പെടുന്നു. നദി വഹിച്ചു കൊണ്ടുവന്ന അവസാദവും എക്കൽ മണ്ണും ഒക്കെ നിക്ഷേപിക്കുന്നു. ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് മാൾഡ ഗ്യാപ്പ് നികത്തപ്പെട്ട കാഴ്ച നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. അപ്പം ഇന്ന് ബ്രഹ്മപുത്ര ഒഴുകുന്നത് അരുണാചൽ പ്രദേശിൽ കൂടിയും ആസാമിൽ കൂടിയും മാത്രമേ ഒഴുകുന്നുള്ളൂ. ആസാമിൽ കൂടി ഒഴുകി താഴോട്ട് പോയി നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള ബംഗ്ലാദേശിലേക്കാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, ബ്രഹ്മപുത്ര എത്തുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോ ഈ പറഞ്ഞ ഉത്തരാഖണ്ഡിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയാതെ നമ്മൾ ജനറലി നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഉത്തരാഖണ്ഡിലെ ഗംഗോത്രിയിൽ വെച്ച് ഗംഗാ നദി ഉത്ഭവിക്കുന്നു. ഈ ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി നദിയിൽ വെച്ച് ഉത്ഭവിക്കുന്നു എന്ന് പറയുമ്പം ശരിക്കും അവിടെ നമുക്ക് നമ്മൾ ജനറലി പറയുമ്പോൾ ഗംഗാ നദി ഒറിജിനേറ്റ് ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലെ ഗായ്മുഖ് ഗ്ലേസിയറിലെ ഗംഗോത്രിയിൽ വെച്ച് എന്നാണ് നമ്മൾ പറഞ്ഞു നിർത്തുന്നത്. പക്ഷെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പഠിക്കുമ്പോൾ CGL-ന്റെ എക്സാം ആണ്, കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. അപ്പൊ ആ ഒരു സ്പെസിഫിക്കേഷനിലേക്ക് നമുക്ക് പോകുമ്പം നമ്മൾ വളരെ ജനറൽ ആയിട്ട് പറഞ്ഞു നിർത്തുന്നത് ഗംഗയുടെ ഒറിജിൻ എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി എന്നാണ് നമ്മൾ പറഞ്ഞു നിർത്താറുള്ളത്. പക്ഷെ ഒരു CGL എക്സാം ആണ്. ഉത്തരാഖണ്ഡിലെ ഗംഗോത്രിയിലേക്ക് നമുക്ക് കടന്നു ചെല്ലുമ്പോൾ ഈ ഗംഗോത്രിയിലെ ഗായ്മുഖ് അല്ലെങ്കിൽ ഗോമുഖ് ഗ്ലേസിയറിൽ വെച്ചാണ് ഗംഗ ഒറിജിൻ ചെയ്യുന്നു എന്ന രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ ഗംഗോത്രിയിലേക്ക് നമുക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് ഗംഗയല്ല, ഭഗീരഥി എന്ന് പറയുന്ന റിവറിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഉത്തരാഖണ്ഡിലാണ് ഭഗീരഥി ഒഴുകുന്നത്. തെഹരി അണക്കെട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയിലെ ഹയസ്റ്റ് അണക്കെട്ടാണ് തെഹരി അണക്കെട്ട് ഉത്തരാഖണ്ഡിലെ ഭഗീരഥി റിവറിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഈ ഭഗീരഥി റിവറിൽ ഉത്തരാഖണ്ഡിലെ ദേവപ്രയാഗിലെത്തുമ്പോൾ അളകനന്ദ എന്ന് പറയുന്ന നദി കൂടി ജോയിൻ ചെയ്യുമ്പോഴാണ് ഗംഗയായിട്ട് മാറുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ ഗംഗോത്രിയിൽ വെച്ച് നമുക്ക് കാണാൻ കഴിയുന്ന ഭഗീരഥി റിവറിനെയാണ്. ഈ ഭഗീരഥിയും അളകനന്ദയും തമ്മിൽ ദേവപ്രയാഗിൽ വെച്ച് മീറ്റ് ചെയ്യുമ്പോൾ, ജോയിൻ ചെയ്യുമ്പോഴാണ് പിന്നെ ഗംഗയായിട്ട് മാറുന്നത്. അപ്പൊ ഈ അളകപ്രയാഗയുടെ ഒറിജിനെ നമുക്ക് തേടി പോവുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്, ബദരീനാഥ് എന്ന് പറയുന്ന ഒരു സ്ഥലം സിനിമയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ബദരീനാഥിന്റെ തൊട്ടടുത്തുള്ള ഒരു പ്രദേശത്ത് വെച്ചാണ് അളകനന്ദയുടെ ഒറിജിൻ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രയാഗ് രാജ്യം 5 പ്രധാനപ്പെട്ട 5 പുണ്യ നദികളാ ജോയിൻ ചെയ്താണ് അളകനന്ദ പിന്നീട് ദേവപ്രയാഗിൽ വെച്ച് ഭഗീരഥിയുമായിട്ട് കൂട്ടിമുട്ടുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു സമയം. കാരണം 12 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന കുംഭമേളയ്ക്ക് വേദിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയ്ക്ക് കുറച്ചും കൂടി സ്ട്രെസ് ചെയ്യും. നമ്മൾ കറണ്ട് അഫയേഴ്സിൽ നമ്മൾ കുറച്ചും കൂടി അത് ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ജോഗ്രഫിയിൽ ഒരു കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആയിട്ട് കൂടി നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ നമുക്ക് ഈ പഞ്ചപ്രയാഗ്, പ്രധാനപ്പെട്ട ഈ 5 കുഞ്ഞു നദികൾ കൂടി അളകനന്ദയിലേക്ക് എവിടെ വെച്ചാണ് ജോയിൻ ചെയ്യുന്നത്, ആ നദികൾ ഏതാണ്, അതൊരു പാർട്ട് A പാർട്ട് B ചോദ്യമായിട്ട് നമുക്ക് എക്സാമിന് ചോദിച്ച് കാണാറുണ്ട്.
ഒന്നാമത്തത് ധൗളി ഗംഗ അല്ലെങ്കിൽ ധൂളി ഗംഗ എന്നറിയപ്പെടുന്ന നദി. ധൗളി ഗംഗ അല്ലെങ്കിൽ ധൂളി ഗംഗ എന്നറിയപ്പെടുന്നത് വിഷ്ണു പ്രയാഗിൽ വെച്ചാണ് അളകനന്ദയുമായിട്ട് മീറ്റ് ചെയ്യുന്നത്. അപ്പൊ അളകനന്ദയും ധൗളി ഗംഗ അല്ലെങ്കിൽ ധൂളി ഗംഗ എന്നറിയപ്പെടുന്ന വിഷ്ണു പ്രയാഗിൽ വെച്ചാണ് അളകനന്ദയുമായിട്ട് മീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നന്ദപ്രയാഗിൽ വെച്ച്, അത് പഠിക്കാൻ എളുപ്പമാണ്, നന്ദപ്രയാഗിൽ വെച്ച് നന്ദാകിനി എന്ന് പറയുന്ന റിവറാണ് അളകനന്ദയുമായിട്ട് മീറ്റ് ചെയ്യുന്നത്. നന്ദപ്രയാഗിൽ വെച്ച് നന്ദാകിനി എന്ന് പറയുന്ന റിവർ അളകനന്ദയുമായിട്ട് മീറ്റ് ചെയ്യുന്നു. അടുത്തത് പിണ്ടാർ ഗംഗയാണ്. ഗ്രീൻ കളർ ഞാൻ ഇപ്പൊ വരച്ചു പോകുന്നു റെഡ് ആയിട്ട്. കർണപ്രയാഗിൽ വെച്ച് അളകനന്ദയുമായിട്ട് മീറ്റ് ചെയ്യുന്നത് പിണ്ടാർ ഗംഗയാണ്. കർണപ്രയാഗിൽ വെച്ച് അളകനന്ദയുമായിട്ട് മീറ്റ് ചെയ്യുന്നത് പിണ്ടാർ ഗംഗയാണ്. അതുപോലെ തന്നെ രുദ്രപ്രയാഗിൽ വെച്ച് അളകനന്ദയുമായിട്ട് മീറ്റ് ചെയ്യുന്നത് മന്ദാകിനിയാണ്. അളകനന്ദയുമായിട്ട് രുദ്രപ്രയാഗിൽ വെച്ച് ജോയിൻ ചെയ്യുന്നത് മന്ദാകിനിയാണ്. അപ്പൊ ഏതൊക്കെ നമ്മൾ കണ്ടു? ധൗളി ഗംഗ, അതുപോലെ നന്ദാകിനി, പിണ്ടാർ ഗംഗ, മന്ദാകിനി, അളകനന്ദ, അഞ്ചാമതായിട്ട് അളകനന്ദ ഭഗീരഥയുമായിട്ട് കൂട്ടിമുട്ടുമ്പോഴാണ് എന്തായിട്ട് മാറുന്നത്? ഗംഗയായിട്ട് മാറുന്നത്. ഈ മന്ദാകിനി നമ്മൾ കണ്ടു. മന്ദാകിനി പ്രധാനമായിട്ടും കേദർനാഥ് ആ ഒരു പ്രദേശത്ത് വെച്ചാണ് ഇത് ജോയിൻ ചെയ്യുന്നത്, ഒറിജിൻ ചെയ്യുന്നത്. അവിടെ ഒരു ചോദ്യം ഒരു സമയത്ത് ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു പ്രീവിയസ് ചോദ്യമാണ്. ഗംഗോത്രിയുടെ അടുത്തായിട്ട് രൂപം കൊള്ളുന്ന, ഭഗീരഥയെ കൂടാതെ ഗംഗോത്രിയുടെ നിയർ ആയിട്ട് വളരെ അടുത്തായിട്ട് രൂപം കൊള്ളുന്ന മറ്റൊരു നദി ഏതാണ്? കേദർനാഥിൽ വെച്ച് ജോയിൻ ചെയ്യുന്ന മന്ദാകിനിയാണ് നമുക്ക് ഉത്തരമായിട്ട് അവിടെ പറയാൻ കഴിയുന്നത്. ശരിയല്ലേ? അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതൊരു ലോജിക്കലി ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതൊരു ചിത്രമൊക്കെ വെച്ച് വരച്ച് പഠിച്ചു പോയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉത്തരം എഴുതാൻ കഴിയുന്ന രീതിയിലാണ് ആ ചോദ്യം ഒന്ന് ചോദിച്ചത്. അപ്പൊ അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു സ്ട്രക്ചർ നിങ്ങളൊന്ന് വരച്ച് പഠിച്ചു വെക്കുക. അങ്ങനെ വരച്ച് പഠിച്ചു വെച്ചാൽ ഏതൊരു രീതിയിലൊരു ചോദ്യം വന്നാലും നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയും. ഇപ്പൊ മനസ്സിലായല്ലോ? പഞ്ചപ്രയാഗ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഗംഗ ഹരിദ്വാറിൽ എത്തുമ്പോഴാണ് നിരപ്പായ പ്രദേശത്തിൽ കൂടി, പ്ലെയിൻ ഏരിയയിൽ കൂടി, സമതല പ്രദേശത്തിൽ കൂടി ഗംഗ ഒഴുകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ പറയുന്നത് പോലെ ഹരിദ്വാർ അവിടെ വെച്ചാണ് ഒഴുകുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഗംഗയുടെ ട്രിബ്യൂട്ടറീസിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഉത്തരാഖണ്ഡിൽ നിന്ന് ഉത്തർപ്രദേശ് എത്തുമ്പോൾ പ്രധാനമായിട്ട് ഉത്തരാഖണ്ഡിൽ വെച്ച് തന്നെ ഗംഗയുമായിട്ട് കൂട്ടിമുട്ടുന്ന ഗംഗയുടെ ഒരു പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറിയാണ് രാമഗംഗ. കേട്ടിട്ടുണ്ടായിരിക്കും. ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റ് നാഷണൽ പാർക്കിൽ കൂടി ഒഴുകുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ കണ്ണും പൂട്ടി നിങ്ങൾ ഉത്തരം എഴുതണം. അത് രാമഗംഗയാണ്. രാമഗംഗ ഗംഗയുടെ ട്രിബ്യൂട്ടറിയാണ്. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു റിവറാണ് ഗോമതി അല്ലെങ്കിൽ ഗോമതി എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നതാണ് ഗംഗയുടെ മറ്റൊരു ട്രിബ്യൂട്ടറി. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗാഗ്ര റിവർ. ഗാഗ്ര എന്ന് പറയുന്ന ഗംഗയുടെ ട്രിബ്യൂട്ടറിയാണ്. അടുത്തതാണ് ഗന്ദക്. ഗന്ദക് ഗംഗയുടെ ട്രിബ്യൂട്ടറിയാണ്. ലാസ്റ്റ് ബീഹാറിലെ കോസി റിവർ ഗംഗയുടെ ട്രിബ്യൂട്ടറി ആണ്. വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിംഗിൽ കൂടി ഒഴുകി ഗംഗയിലേക്ക് വന്നു ചേരുന്ന നദിയാണ് മഹാനന്ദ റിവർ എന്ന് പറയുന്നത്. മഹാനന്ദ ഡാർജിലിംഗിൽ കൂടി ഫ്ലോ ചെയ്യുന്ന ഗംഗയുടെ ട്രിബ്യൂട്ടറി. ആ രീതിയിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് മഹാനന്ദയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇവരൊക്കെ ഗംഗയുടെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി ആണോ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി ആണോ? അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. ഈ ഒരു ഡയറക്ഷനിലാണ് ഒഴുകുന്നത് അല്ലെ? സ്വാഭാവികമായിട്ട് ഇവരൊക്കെ ഗംഗയുടെ ലെഫ്റ്റ് ബാങ്ക്, ഇടത് തീര പോഷക നദികളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. യമുന എന്ന് പറയുന്ന ഗംഗയുടെ റൈറ്റ് ഭാഗത്തായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. യമുന ഗംഗയുടെ ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ആയിട്ട് പരിഗണിക്കാം, ശരിയാണ്. പക്ഷെ അത് എല്ലാവരും ഉത്തരം എഴുതുന്നതാണ്. ഗംഗാ നദിയുടെ മോസ്റ്റ് വെസ്റ്റേൺ ഭാഗത്ത് കൂടി വന്ന് ജോയിൻ ചെയ്യുന്ന ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? അവിടെ ഒരു പോയിന്റ് കൂടി ആഡ് ചെയ്തു. പടിഞ്ഞാറൻ തീരത്ത് കൂടി വരുന്ന ഒരു പോഷക നദി ഏതാണ്? ഗംഗയുടെ പടിഞ്ഞാറൻ ഭാഗത്തു കൂടി വന്ന് ഗംഗയിലേക്ക് ജോയിൻ ചെയ്യുന്ന ഇത് ഗംഗ. ഈ ഒരു ഭാഗം വെസ്റ്റേൺ ഭാഗമാണ്. ഈ യമുന കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു നദിയുണ്ടോ പടിഞ്ഞാറ് നിന്ന് ഗംഗയിലേക്ക് വരുന്നത്? ആരുമില്ല. അപ്പൊ യമുന നദി എന്ന് പറയുന്നത് വെസ്റ്റേൺ മോസ്റ്റ് ട്രിബ്യൂട്ടറി ആണ്. ഗംഗയുടെ വെസ്റ്റേൺ മോസ്റ്റ് ട്രിബ്യൂട്ടറി ആണ്. ഉത്തരാഖണ്ഡിലെ ഉത്തരാഖണ്ഡിലെ യമുനോത്രിയിൽ വെച്ചാണ് യമുന ഒറിജിൻ ചെയ്യുന്നത്. യമുനയുടെ പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറി ആണ് ടോൺസ് എന്ന് പറയുന്ന റിവർ.
ടോൺ എന്ന് പറയുന്നത് യമുനയുടെ പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറി ആണ് ടോൺസ് എന്ന് പറയുന്ന റിവർ. അപ്പൊ ലെഫ്റ്റ് ബാങ്കും റൈറ്റ് ബാങ്കും ട്രിബ്യൂട്ടറീസ് അത് വ്യക്തമായിട്ടൊന്ന് പഠിച്ചു വെക്കുക. എക്സാമിന് ആ രീതിയിൽ ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. രാമഗംഗ, ഗോംതി, ഗാഗ്ര, ഗന്ദക്, കോസി, മഹാനന്ദ. അതിൽ രാമഗംഗ ഒരു ക്വസ്റ്റ്യൻ ആണ്, ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. കോസി സോറോ ഓഫ് ബീഹാർ ആണ്, ഗംഗയുടെ ആന്റിസിഡന്റ് ആണ്. മഹാനന്ദ വെസ്റ്റ് ബംഗാളിന്റെ ഡാർജിലിംഗിൽ കൂടി ഒഴുകി ഗംഗയിലേക്ക് വന്നു ചേരുന്ന നദിയാണ് മഹാനന്ദ എന്ന് പറയുന്നത്. തീർന്നിട്ടില്ല. ഈ പറയുന്ന നദികളെല്ലാം തന്നെ പെരിനിയൽ റിവേഴ്സ് ആണ്. വറ്റാത്ത നദികൾക്ക് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നതാണ് പെരിനിയൽ. വർഷം മുഴുവനും ജലസമൃദ്ധമായിട്ട് ഒഴുകുന്ന നദികളാണ് ഈ നദികൾ എന്ന് പറയുന്നത്. വേനൽ കാലഘട്ടത്തിൽ മഞ്ഞുരുകിയുള്ള വെള്ളത്താൽ സമ്പുഷ്ടമാണ്. മഴക്കാലഘട്ടത്തിൽ മഴവെള്ളത്താൽ സമ്പുഷ്ടമായിട്ട് ഒഴുകുന്ന നദികളാണ് ഈ പറയുന്ന നദികൾ എന്ന് പറയുന്നത്. അതേസമയം ഉപദ്വീപീയ ഇന്ത്യയിലുള്ള നദികൾ എന്ന് പറയുന്നത് സമ്മർ സീസൺ ആകുമ്പോൾ, വേനൽക്കാലം ആകുമ്പോൾ വറ്റിപ്പോകുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ചില നദികൾ ഒരുപാട് അങ്ങ് വറ്റി പോകുന്നു, എന്നാൽ ചിലത് അത്യാവശ്യമൊക്കെ പിടിച്ചു നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ രീതിയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗംഗയ്ക്ക് പെൻസിലാർ ഇന്ത്യയിൽ നിന്നും, പെൻസിലാർ പ്ലേറ്റൂസിൽ നിന്നും, അല്ലെങ്കിൽ ഉപദ്വീപീയ ഇന്ത്യയിൽ നിന്നും ഒരു പോഷക നദിയുണ്ട്. ഇറ്റ് ഈസ് എ നോൺ പെരിനിയൽ ആണ്, വറ്റിപ്പോകുന്ന ഒരു നദിയാണ്. അത് അമർഗണ്ഡക് പ്ലേറ്റൂസിൽ വെച്ചാണ് ഒറിജിൻ ചെയ്യുന്നത്. എവിടെ വെച്ചാണ്? അമർഗണ്ഡക് പ്ലേറ്റു. ഈ അമർഗണ്ഡക് പ്ലേറ്റു എവിടെയാണ്? വിന്ധ്യ സത്പുര. സത്പുരയുടെ ഭാഗമായിട്ടാണ് അമർഗണ്ഡക് പ്ലേറ്റു വരുന്നത്. വിന്ധ്യ സത്പുരയെ നേരത്തെ കാണിച്ചു തന്നു. ഡെക്കാന്റെ ഭാഗമായിട്ട് വരുന്നതും, ഡെക്കാനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചു. ഡെക്കാന്റെ നോർത്തേൺ ഭാഗത്ത് നമ്മൾ സെൻട്രൽ ഹൈലാൻഡ് എന്ന് തിരിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് വിന്ധ്യ സത്പുര മൗണ്ടെയിൻ റേഞ്ച് വരുന്നത്. ആ സത്പുരയിലെ അമർഗണ്ഡകിൽ വെച്ച് ഉത്ഭവിച്ച്, നോക്കൂ, ദേ ഇവിടെ നിങ്ങൾക്ക് കാണാം, നോർത്തിലേക്ക് ഒഴുകുന്നുണ്ട്. ഇങ്ങനെ മുകളിലോട്ടല്ലേ ഒഴുകുന്നത്? സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് ഒഴുകി ഗംഗയിലേക്ക് ജോയിൻ ചെയ്യുന്ന റിവർ ആണ് സോൺ റിവർ. സോൺ നോൺ പെരിനിയലാണ്, ഗംഗയുടെ ട്രിബ്യൂട്ടറി ആണ്. പെൻസിലാർ ഇന്ത്യയിൽ നിന്നുള്ള ഗംഗയുടെ പോഷക നദി ഏതെന്ന് ചോദിച്ചാൽ, ട്രിബ്യൂട്ടറി ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? സോൺ റിവർ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. തെറ്റിക്കരുത്. അമർഗണ്ഡക് പ്ലേറ്റുവിലാണ് സോണിന്റെ ഒറിജിൻ. ഈ അമർഗണ്ഡക് പ്ലേറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. എക്സാമിന് അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട നദി കൂടി ഒറിജിൻ ചെയ്യുന്നുണ്ട്. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി, ഇന്ത്യയിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദിയെ കൂടി നമുക്ക് ഈ പറയുന്ന അമർഗണ്ഡകിൽ കാണാൻ കഴിയും. ആരാണ്? ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ വെച്ച് അറബിക്കടലിൽ ഡിസ്ചാർജ് ചെയ്യുന്ന നദി ആരാണ്? 1312 കിലോമീറ്റർ നീളമുള്ള നദിയാണ് നർമ്മദ റിവറിന്റെയും ഒറിജിൻ അമർഗണ്ഡക് പ്ലേറ്റൂസ് ആണ്. അപ്പൊ 2 ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ നമ്മളിവിടെ കണ്ടെത്തി കഴിഞ്ഞു. അപ്പൊ നമ്മൾ കണ്ടു യമുന, കോസി, ഗന്ദക് ഇതൊക്കെ ഗംഗയുടെ പോഷക നദിയാണ്. അതേസമയം ലോഹിത് എന്ന് പറയുന്നത് ഗംഗയുടെ പോഷക നദി അല്ല. നോക്കൂ, സാൻബോ ആൻഡ് ജമുന ആർ അതർ നെയിം ഓഫ് വിച്ച് റിവർ? നർമ്മദ, ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര. ആരെയാണ് സാൻബോ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്? ആരെയാണ് ജമുന എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്? ബ്രഹ്മപുത്രയാണ്. ഈ ബ്രഹ്മപുത്ര ചോമോലുങ്മ ഗ്ലേസിയറിൽ വെച്ചാണ് ഒറിജിൻ ചെയ്യുന്നത്. ടിബറ്റിൽ വെച്ചാണ് ബ്രഹ്മപുത്രയും ഒറിജിൻ ചെയ്യുന്നത്. അതായത് ടിബറ്റൻ പ്രദേശം എന്ന് പറയുന്നത് ട്രാൻസ് ഹിമാലയൻ ഭാഗമാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. അതായത് ഇൻഡസ്, സത്ലജ്, ബ്രഹ്മപുത്രയും ഒരു ട്രാൻസ് ഹിമാലയൻ നദിക്ക് എക്സാമ്പിൾ ആയിട്ട് നമുക്കിവിടെ പറയാവുന്നതാണ്. അപ്പൊ ഈ ഞാൻ നേരത്തെ പറഞ്ഞു, സത്ലജ് ഒറിജിൻ ചെയ്യുന്ന രക്ഷസ്ഥൽ അല്ലെങ്കിൽ രാഗ എന്ന് പറയുന്ന, രാഗ ഓർ രക്ഷസ്ഥൽ എന്ന് പറയുന്ന തടാകം, ആ തടാകത്തിന്റെ കിഴക്കൻ ഭാഗത്തുള്ള ചോമോലുങ്മ എന്ന് പറയുന്ന ഗ്ലേസിയറിൽ വെച്ചാണ് ബ്രഹ്മപുത്ര ഒറിജിൻ ചെയ്യുന്നത്. ബ്രഹ്മപുത്ര ടിബറ്റിൽ അറിയപ്പെടുന്ന പേരാണ്, പ്രാദേശിക നിയമമാണ് സാങ്ബോ. ഈ ടിബറ്റൻകാര് അവിടുത്തെ പർവ്വതത്തെയും അവിടുത്തെ നദികളും ഒക്കെ തന്നെ അവരുടെ പ്രാദേശിക നാമത്തിലാണ് കൂടുതൽ അവർ വിളിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സിന്ധു സിംഗി ഖമ്പൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സിംഗി ഖമ്പൻ എന്നറിയപ്പെടുന്ന റിവർ ഏതാണ്? സിന്ധു ആണ്, ഇൻഡസ് ആണ്. ലയൺസ് മൗത്ത്,
ലയണിന്റെ, സിംഹത്തിന്റെ മുഖത്തോടു കൂടിയുള്ള നദി എന്നാണ് ഇൻഡസിനെ പ്രാദേശികമായിട്ട് ടിബറ്റൻകാർ വിശേഷിപ്പിക്കപ്പെടുന്നത്. ബ്രഹ്മപുത്ര ഈസ്റ്റിലേക്ക് ഇങ്ങനെ ഒഴുകുമ്പോൾ ശരിക്കും ഇന്ത്യയിൽ കൂടിയല്ല ഒഴുകുന്നത്, ടിബറ്റൻ ഭാഗം ചൈനീസ് പ്രദേശത്ത് കൂടി ഒഴുകിയതിന് ശേഷം, ഇതൊരു കറണ്ട് വേഴ്സ് ആണ്. ബ്രഹ്മപുത്രയിൽ ചൈന ഒരു ഡാം നിർമ്മിക്കുന്നതിനെ കുറിച്ച് ആലോചനയും അതിന്റെ കൺസ്ട്രക്ഷനുമായിട്ട് മുന്നോട്ട് പോകുന്നുമുണ്ട്. അതുകൊണ്ട് അതൊരു കറണ്ട് വേഴ്സ് ആണ്, അതുകൂടി നോക്കി വെക്കുക. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞു, നംജ പർവ്വതത്തെ മുറിച്ചു കീറി, NC എന്ന് എഴുതിയിരിക്കുന്നത് നംജ പർവ്വതമാണ്. നംജ പർവ്വതത്തെ മുറിച്ചു കീറി അരുണാചൽ പ്രദേശിൽ വെച്ച് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. ദിബാങ് എന്ന് പറയുന്നത് ബ്രഹ്മപുത്രയുടെ പോഷക നദിയുമാണ്. അരുണാചൽ പ്രദേശുകാർ പ്രാദേശികമായിട്ട് ബ്രഹ്മപുത്രയെ വിളിക്കുന്ന പേരാണ് ദിഹാങ് എന്ന് വിളിക്കുന്നത്. നിലവിൽ നമ്മൾ കാണുന്നു അരുണാചൽ പ്രദേശിൽ കൂടിയും ആസാമിൽ കൂടിയും ഒഴുകുമ്പോൾ ആസാമിൽ ബ്രഹ്മപുത്ര നദി വഹിച്ചു കൊണ്ടുവരുന്ന അവസാദവും എക്കൽ മണ്ണും സെഡിമെന്റ്സും അലൂവിയയിലും ഒക്കെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. ആസാം പ്ലെയിൻ, ആസാം സമതല പ്രദേശം രൂപം കൊള്ളാൻ കാരണമായിട്ടുള്ള നദി ഏത് എന്ന് ചോദിച്ചാലും അത് ബ്രഹ്മപുത്രയാണ്. ആസാമിൽ നിന്ന് നേരെ ഇത് പോകുന്നത് നമ്മുടെ ബംഗ്ലാദേശ്, നമ്മളിൽ നിന്ന് സ്വതന്ത്രം നേടിപ്പോയ ബംഗ്ലാദേശിലേക്കാണ് ആര് കടക്കുന്നത്? ബ്രഹ്മപുത്ര കടക്കുന്നത്. ഈ ഒരു സമയം നമ്മൾ മറ്റൊരു പോയിന്റ് കൂടി നോക്കേണ്ടതായിട്ടുണ്ട്. ഉത്തരാഖണ്ഡിലെ ഗംഗോത്രിയിൽ വെച്ച് ഉത്ഭവിക്കുന്ന ഗംഗ, അവിടെ നമ്മൾ കണ്ടു, പഞ്ചപ്രയാഗൊക്കെ കണ്ടു, പക്ഷെ നമ്മൾ പറയാൻ എളുപ്പത്തിന് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഉത്തരാഖണ്ഡിൽ നിന്ന് നേരെ ഇത് ഉത്തർപ്രദേശിലേക്ക് എത്തുന്നു, ഉത്തർപ്രദേശിൽ നിന്ന് നേരെ ഇത് ബീഹാറിലേക്ക് എത്തുന്നു ഗംഗ. ബീഹാറിൽ നിന്ന് പിന്നെ ഇങ്ങനെ താഴോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ വെസ്റ്റ് ബംഗാളിൽ എത്തുന്ന ഗംഗ ബൈഫോർക്കേറ്റ് ചെയ്യപ്പെടുന്നു. ഗംഗ രണ്ടായിട്ട് പിരിയുന്നു. ഇങ്ങനെ രണ്ടായിട്ട് പിരിഞ്ഞാണ് പിന്നെ ഗംഗ ഒഴുകുന്നത്. വെസ്റ്റ് ബംഗാളിൽ കൂടി ഗംഗ ബൈഫോർക്കേറ്റ് ചെയ്ത് ഹൂഗ്ലി എന്ന പേരിലാണ് പിന്നെ ഗംഗ ഒഴുകുന്നത്. പിന്നെ ബംഗ്ലാദേശിലേക്ക് പ്രവേശിക്കുന്ന ഗംഗാ നദിയാണ് പത്മ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഗംഗ നമ്മൾ ജനറലി പറയുന്ന പേര്, ഗംഗ ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേരെന്നാണ് പത്മയെ വിളിക്കുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഗംഗ ബൈഫോർക്കേറ്റ് ചെയ്ത് അതിൻ്റെ ഒരു ഭാഗമാണ് ബംഗ്ലാദേശിൽ കൂടി ഒഴുകുന്നത്, പത്മ എന്ന പേരിൽ കൂടി ഒഴുകുന്നത്. അതാണ് ശരിക്കും. ഈ പത്മ നദിയിലേക്ക് ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര ലോക്കലി അറിയപ്പെടുന്ന പേരാണ് ജമുന. ജമുന എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പൊ മനസ്സിലായല്ലോ, ബ്രഹ്മപുത്രയ്ക്ക് സാങ്ബോ എന്ന പേരുണ്ട്, ജമുന എന്ന പേരുണ്ട്, അരുണാചൽ പ്രദേശിൽ ദിഹാങ് എന്നും വിളിക്കപ്പെടുന്നുണ്ട്. ഈ ജമുന നദി പത്മയുമായിട്ട് കൂടിച്ചേർന്ന് പിന്നെ അറിയപ്പെടുന്ന പേര് മേഘന എന്ന റിവർ ആയിട്ടാണ് ബ്രഹ്മപുത്രയും ഗംഗയും കൂടിച്ചേർന്ന്, ഗംഗ എന്ന് പറയാൻ കഴിയില്ല, പത്മയും കൂടിച്ചേർന്ന്, ജമുനയും പത്മയും കൂടിച്ചേർന്ന് ബംഗ്ലാദേശിൽ കൂടി മേഘന എന്ന പേരിൽ ഒഴുകുന്നു. ഇങ്ങനെയാണ് ബേ ഓഫ് ബംഗാൾ ഉൾക്കടലിൽ ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നത്. ഇപ്പൊ മനസ്സിലായല്ലോ, ഇവർ തമ്മിൽ കൂട്ടിമുട്ടുന്ന കാഴ്ച നമുക്ക് എവിടെ കാണാം? ബംഗ്ലാദേശിൽ കാണാം. ഈ ഒരു ഭാഗത്ത് ജൂട്ട് കൾട്ടിവേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അതായത് ഗംഗയും ബ്രഹ്മപുത്രയും ഒക്കെ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദവും എക്കൽ മണ്ണും ഒക്കെ നിക്ഷേപിക്കുന്ന ഒരു പ്രവർത്തനമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്ന സുന്ദരി എന്ന് പറയുന്ന വെറ്റ്ലാൻഡ് ട്രീസ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. സുന്ദർബൻ നാഷണൽ പാർക്ക് ഇന്ത്യയിൽ വെസ്റ്റ് ബംഗാളിലാണ് എന്നൊരു കാര്യം കൂടി ഓർക്കുക. സാങ്ബോ ജമുന, ബ്രഹ്മപുത്രയാണ് പറയുന്നത്. ഞാൻ നേരത്തെ നമ്മൾ യമുനയെ കുറിച്ച് പറഞ്ഞല്ലോ. യമുന അലഹാബാദിൽ വെച്ചാണ് ഗംഗയുമായിട്ട് മീറ്റ് ചെയ്യുന്നത്. അപ്പൊ ജസ്റ്റ് യമുന ഒഴുകുന്നത് ഉത്തരാഖണ്ഡിൽ കൂടി ഒഴുകുന്നു. ഉത്തരാഖണ്ഡിൽ കൂടി ഒഴുകുന്ന യമുന ഈ പറഞ്ഞ ഹിമാചൽ പ്രദേശിന്റെ അതിർത്തി വഴിയാണ് ഹരിയാനയിലേക്ക് എത്തിച്ചേരുന്നത്. നമുക്ക് ഹിമാചൽ പ്രദേശ് എക്സാമിനാണ് ചോദിക്കാറില്ല, ഉത്തരാഖണ്ഡ് ഹരിയാന ഈ രണ്ട് പ്രദേശങ്ങൾ ഓർത്തല്ലോ. ഇനി ഇത് നേരെ ഡൽഹി, നമ്മുടെ യൂണിയൻ ടെറിട്ടറി, നമ്മുടെ ക്യാപിറ്റലായ ഡൽഹി, ആഗ്ര പട്ടണം, അതുപോലെ തന്നെ താജ്മഹൽ, ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് യമുനയുടെ തീരത്താണ്. അതിനുശേഷം യമുന ഉത്തർപ്രദേശിലേക്ക് എത്തിച്ചേരുന്നു. ഉത്തർപ്രദേശിലെ അലഹാബാദിൽ വെച്ച് ഗംഗയുമായിട്ട് മീറ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ കുംഭമേളയ്ക്ക് വേദിയായ അലഹാബാദ്. ഓക്കെ ആണല്ലോ. ആ ഒരു സ്ഥലം കൂടി ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്. കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ നമുക്ക് അവിടെ പ്രതീക്ഷിക്കാവുന്നതാണ് ഇപ്പം നടന്നതുകൊണ്ട്. അടുത്തത് സുബൻസിരി, ജിയാബർലി, ധൻസിരി, പുതുമാരി ആർ ദ മേജർ ട്രിബ്യൂട്ടറീസ് ഓഫ് വിച്ച് റിവർ? ധൻസിരി, സുബൻസിരി വളരെ പ്രധാനപ്പെട്ടതാണ്. പേര് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലായി
മഹാനദിയുടേതാണോ, ഗോദാവരിയുടേതാണോ, ഭഗീരഥിയുടേതാണോ, ബ്രഹ്മപുത്രയുടേതാണോ എന്ന ചോദ്യം. ആൻസർ ബ്രഹ്മപുത്രയുടെ പോഷക നദികളുടെ പേരാണ് തന്നിരിക്കുന്നത്. സുബൻസിരി. ദേ ഇവിടെ നിങ്ങൾക്ക് കാണാം ദിഹാങ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ലോക്കലി ബ്രഹ്മപുത്ര അരുണാചൽ പ്രദേശ് ദിഹാങ് എന്നൊക്കെ അറിയപ്പെടുന്നു. ദിബാങ്, ലോഹിത് കണ്ടോ, ധൻസിരി നമുക്ക് പഠിക്കാനുണ്ട്. ധൻസിരി, പുതുമാർ, അതുപോലെ തന്നെ ബറാളി, ജിയ ബറാളി, ഇതൊക്കെ തന്നെ പ്രധാനപ്പെട്ട ബ്രഹ്മപുത്രയുടെ പോഷക നദികളാണ്. ബ്രഹ്മപുത്രയുടെ പോഷക നദികൾ നോക്കി വയ്ക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്. ബ്രഹ്മപുത്ര ഇന്ത്യയിൽ അരുണാചൽ പ്രദേശ്, ആസാം ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ കൂടി ഒഴുകിയതിന് ശേഷം എങ്ങോട്ട് ഒഴുകുന്നു? നേരത്തായിട്ട്. ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർത്തോട്ടെ, സിക്കിമിന്റെ ലൈഫ് ലൈൻ എന്നറിയപ്പെടുന്ന ടീസ്ത വിട്ടുകളയല്ലേ. ലൈഫ് ലൈൻ ഓഫ് സിക്കിം ആരാണ്? ടീസ്ത. ടീസ്ത ബ്രഹ്മപുത്രയുടെ പോഷക നദി. ഇന്ത്യയിലെ ഫാസ്റ്റ് ഫ്ലോയിങ് റിവർ ആണ്. അല്ല, ഇടുങ്ങിയ ഗിരികന്ധരങ്ങളിൽ കൂടിയാണ് ടീസ്ത ഒഴുകുന്നത്. അതുകൊണ്ടാണ് ഫാസ്റ്റ് ആയിട്ട് ഒഴുകുന്ന ഒരു നദിയാണ് ടീസ്ത. ടീസ്ത ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ്. സങ്കോഷ് എന്ന് പറയുന്ന റിവർ ഉണ്ട്, ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ്. മാനസ് ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ്. ആസാമിലെ മാനസ് ആ ഒരു പേരുണ്ട്, ഓർക്കുന്നുണ്ടായിരിക്കും, എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഉത്തരം പറയുന്നില്ല. അപ്പൊ ടീസ്ത, സങ്കോഷ്, മാനസ്, സുബൻസിരി, ലോഹിത്, ദിബാങ്, ധൻസിരി ഇത്രയെങ്കിലൊക്കെ ഒന്ന് ഓർത്തു വയ്ക്കുക. സിയാങ്, ദിബാങ്ങും എളുപ്പമാണ് പഠിക്കാൻ. ബ്രഹ്മപുത്രയുടെ ട്രിബ്യൂട്ടറീസ് ആണ് എന്നൊരു കാര്യം കൂടി ഓർത്തു വയ്ക്കുക. Which of the following rivers mark the ഈസ്റ്റേൺ മോസ്റ്റ് ബൗണ്ടറി ഓഫ് ദ ഹിമാലയ? ഹിമാലയത്തിന്റെ ഈസ്റ്റേൺ മോസ്റ്റ് ബൗണ്ടറി ആയിട്ട് നിലകൊള്ളുന്നത് ഏത് റിവറാണ്? എടാ, നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞു. ഏതാണ്? അരുണാചൽ പ്രദേശിലെ നംജ പർവ്വതത്തിനെ കീറി മുറിച്ച്, അല്ല, സാങ്ബോ എന്ന പേരിലാണ് ആരറിയപ്പെടുന്നത്? ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത്. ഈ ബ്രഹ്മപുത്ര നംജുവിനെ ഇങ്ങനെ കീറി മുറിച്ച് യു ടേൺ എടുത്താണ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. സ്വാഭാവികമായിട്ടും കാളിയാണോ, ടീസ്തയാണോ, സത്ലജ് ആണോ, ബ്രഹ്മപുത്രയാണോ? സത്ലജിനെ നമ്മൾ കണ്ടു, ടീസ്തയെ നമ്മൾ കണ്ടു. ഇന്ത്യയിലെ ഈസ്റ്റേൺ മോസ്റ്റ് അല്ല. കാളിയെ നിങ്ങൾക്ക് ഗാഗ്ര നദിയുടെ ട്രിബ്യൂട്ടറി ആയിട്ട് വരുന്നു, ഗംഗയിലേക്ക് വരുന്ന നദിയാണ് കാളി. പിന്നെ ആരാ ഉള്ളത്? നംജ പർവ്വതത്തിന് യു ടേൺ എടുത്ത് ഈസ്റ്റേൺ മോസ്റ്റിൽ കൂടി ഇന്ത്യയിലേക്ക് പ്രവേശിച്ച് ബ്രഹ്മപുത്ര അരുണാചൽ പ്രദേശ്, ആസാമിൽ കൂടി ഒഴുകി എന്ത് ചെയ്യുന്നു? ബ്രഹ്മപുത്ര എവിടെ എത്തുന്നു? ബംഗ്ലാദേശിലേക്ക് എത്തുന്നു. അവിടെ പത്മയുമായിട്ട് കൂടിച്ചേർന്ന് ദേ മേഘന എന്ന് പറയുന്ന നദിയായിട്ട് ബേ ഓഫ് ബംഗാളിൽ പതിക്കുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിവേഴ്സ് മാർക്ക് ദ ഈസ്റ്റേൺ മോസ്റ്റ് ബൗണ്ടറി ഓഫ് ഹിമാലയ എന്ന് ചോദിച്ചാൽ ബ്രഹ്മപുത്രയാണ് ആൻസർ ആയിട്ട് നമുക്ക് പറയേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ. The northern plain of the Indian subcontinent has been formed by the interplay of the three major river systems along with their tributaries. Choose the odd out of the. നമ്മുടെ ഉത്തര മഹാസമതലം എന്ന് പറയുന്ന ഭൂപ്രദേശം നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചസിൽ വെച്ച് ഒറിജിൻ ചെയ്യുന്ന നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദവും എക്കൽ മണ്ണും നിക്ഷേപിക്കപ്പെടുന്നതിന്റെ ഫലമായിട്ട് രൂപാന്തരപ്പെട്ടിട്ടുള്ള ഭൂപ്രദേശമാണ് ഉത്തര മഹാസമതലം അല്ലെങ്കിൽ നോർത്തേൺ പ്ലെയിൻ എന്ന് പറയുന്നത്. നോർത്തേൺ പ്ലെയിൻ നമുക്ക് കാണാൻ കഴിയുന്നത് എവിടെയായിട്ടാണ്? നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചസിന്റെ സൗത്ത് ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ ഇപ്പം റെഡ് ഇട്ടൊക്കെ വരച്ചിരിക്കുന്ന ഈ പ്രദേശം എല്ലാം തന്നെ നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ച് ആണ്. ഈ നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചസിന്റെ സൗത്ത് ആയിട്ടും ഞാൻ നേരത്തെ നിങ്ങൾക്ക് സെൻട്രൽ ഹൈലാൻഡ് പഠിപ്പിച്ചു തന്നല്ലോ. ഏതാണ്? ഡെക്കാൻ പ്ലേറ്റ്യൂസിന്റെ നോർത്തേൺ ഭാഗത്തായിട്ട് വരുന്ന സെൻട്രൽ ഹൈലാൻഡ്. സെൻട്രൽ ഹൈലാൻഡിന്റെ മുകളിലായിട്ട് നോർത്ത് ആയിട്ടുമാണ് നോർത്തേൺ പ്ലെയിൻ വരുന്നത്. നോർത്തേൺ പ്ലെയിൻ വളരെ പ്രധാനപ്പെട്ടതാണ് ജോഗ്രഫിക്കലി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്താണ് പ്രശ്നം? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷിക്ക് അനുയോജ്യമായ ഫെർട്ടിൽ ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ അഗ്രികൾച്ചറിന്റെ നട്ടെല്ല്, ബാക്ക് ബോൺ ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു ഭൂപ്രദേശമാണ് നോർത്തേൺ പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ നോർത്തേൺ പ്ലെയിൻ ഫോം ചെയ്യാൻ കാരണം ഉത്തര മഹാസമുദ്രം രൂപം കൊള്ളാൻ കാരണം ഉത്തരപർവ്വത മേഖലയിൽ വെച്ച് ഉത്ഭവിക്കുന്ന നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചസിൽ വെച്ച് ഒറിജിൻ ചെയ്യുന്ന നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന സെഡിമെന്റ്സും അലൂവിയയിലും ഡെപ്പോസിഷൻ ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് ഈ പറയുന്ന പ്രദേശം രൂപാന്തരം കൊണ്ടത്. അതിൽ ഒന്നാമത്തെ ആള് സിന്ധു റിവർ ആണ്. ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ ഡയറക്ഷനിൽ കൂടി ഒഴുകുന്ന
ലഡാക്കിൽ കൂടി ഒഴുകി ജമ്മു കാശ്മീരിൽ കൂടി ഒഴുകുന്ന പഞ്ചാബ്. ഈ പഞ്ചാബ് സമതല പ്രദേശം 2 രാജ്യങ്ങൾക്കുണ്ട്, ഇന്ത്യക്കും പാകിസ്ഥാനുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പഞ്ചാബ് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പൊ കൂടുതലും പഞ്ചാബ് റീജിയൻ നമുക്ക് കാണാൻ കഴിയുന്നത് പാകിസ്ഥാനാണ്. അപ്പൊ സിന്ധുവിന്റെ പോഷക നദികളുമാണ് നമുക്ക് ഈ പഞ്ചാബ് റീജിയനിൽ രൂപം കൊള്ളാൻ കാരണം. ഇനി അടുത്തത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നോർത്തേൺ പ്ലെയിൻ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന റിവർ ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് ഉത്തരാഖണ്ഡിലെ ഗംഗോത്രിയിൽ വെച്ച് ഉത്ഭവിക്കുന്ന, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, വെസ്റ്റ് ബംഗാളിൽ കൂടി ഒഴുകുന്ന ഗംഗയും, ഗംഗയുടെ പ്രധാനപ്പെട്ട പോഷക നദിയായിട്ടുള്ള ഉത്തരാഖണ്ഡിൽ വെച്ച് ഉത്ഭവിക്കുന്ന ആരാണ്, യമുനോത്രിയിൽ വെച്ച് ഉത്ഭവിക്കുന്ന ഉത്തരാഖണ്ഡ്, അതുപോലെ തന്നെ ഹരിയാന, ഡൽഹി, ഉത്തർപ്രദേശിലെ അലഹാബാദിൽ വെച്ച് ഗംഗയുമായിട്ട് മീറ്റ് ചെയ്യുന്ന യമുനയും മറ്റ് പോഷക നദികളും ചേർന്നാണ് ഇന്ത്യയുടെ മധ്യഭാഗത്തുള്ള നോർത്തേൺ പ്ലെയിൻ ഉത്തരമഹാസമുദ്രം രൂപം കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത ഉത്തരമഹാസമുദ്രം രൂപം കൊണ്ടത് ഇന്ത്യയുടെ ഈസ്റ്റേൺ ഭാഗത്ത് വഴി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന, അരുണാചൽ പ്രദേശ് വഴി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന, നംജ പർവ്വതത്തിനെ യു ടേൺ എടുത്ത് കീറി മുറിച്ച് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന ദിഹാങ് എന്ന് അരുണാചൽ പ്രദേശിൽ അറിയപ്പെടുന്ന, അരുണാചൽ പ്രദേശം ആസാമിൽ എത്തുമ്പോൾ ഈ നദിയുടെ ഡെപ്പോസിഷണൽ ആക്ടിവിറ്റീസ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ നിക്ഷേപണ പ്രവർത്തന ഫലമായിട്ടാണ് ആസാം എന്ന് പറയുന്ന സമതല പ്രദേശം രൂപം കൊണ്ടിരിക്കുന്നത്. ആസാമിൽ നിന്ന് നേരെ വെസ്റ്റ് ബംഗ്ലാദേശിലേക്ക് എത്തുകയും പത്മയുമായിട്ട് കൂട്ടിമുട്ടുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. അപ്പൊ ഈ പറഞ്ഞ നദികൾ ഇൻഡസിന്റെ പോഷക നദികളും, ഗംഗയുടെ പോഷക നദികളും, ബ്രഹ്മപുത്രയുടെ പോഷക നദികളുടെ നിക്ഷേപണ പ്രവർത്തന ഫലമായി രൂപാന്തരം കൊണ്ടിരിക്കുന്നതാണ് നോർത്തേൺ പ്ലെയിൻ ഉത്തര മഹാസമതലം എന്ന് പറയുന്നത്. ചൂസ് ദ ഓഡ് വൺ ഔട്ട്. ഉത്തര മഹാസമതലം രൂപം കൊള്ളാൻ കാരണമല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻഡസ് കാരണമാണ്, ഇൻഡസിന്റെ ട്രിബ്യൂട്ടറീസും കാരണമാണ്. ബ്രഹ്മപുത്ര, ആസാം സമതല പ്രദേശം, ആസാം പ്ലെയിൻ രൂപം കൊള്ളാൻ കാരണക്കാരനാണ്. ഗംഗ ഇന്ത്യയുടെ മധ്യഭാഗത്ത് കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന നോർത്തേൺ പ്ലെയിൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഗംഗയാണ്. കാരണം ഇൻഡസ് ഒക്കെ നമുക്ക് കൂടുതൽ പാകിസ്ഥാനിലേക്ക് പോകുമ്പോൾ ഗംഗയാണ്. പിന്നെ വരുന്ന ഏതാണ്, പെൻസിലാർ ഇന്ത്യയിലെ ഗോദാവരിയാണ് ആൻസർ ആയിട്ട് നമുക്കിവിടെ എടുക്കാൻ കഴിയുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ വളരെ കുറച്ച് ചോദ്യങ്ങളാണ് നോക്കിയത്. എക്സ്പ്ലനേഷൻ കുറച്ച് കൂടുതൽ മനഃപൂർവ്വം പറഞ്ഞതാണ്. കാരണം മുന്നത്തെ എക്സാമിന് ഇവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ ഈ രീതിയിലൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊക്കെ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക. കാരണം നമുക്ക് ഈ രീതിയിലൊക്കെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്കപ്പോൾ അടുത്ത സീരീസിൽ ബാക്കി ചോദ്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്യാം. താങ്ക്